നമസ്കാരം. എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. യുദ്ധത്തിന്റെ കാർമേഘങ്ങളാൽ സംഘർഷഭരിതമാണ് ഇന്ന് പശ്ചിമേഷ്യ. പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട മതഭീകരതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ആഗോളതലത്തിൽ ഉയരുന്നുണ്ടെങ്കിലും പലരും ഈ സംഘർഷത്തിന്റെ പ്രതിസ്ഥാനത്ത് ഇസ്രായേലിനെ നിർത്തുവാൻ, ഒപ്പം തന്നെ ഈ സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിട്ട ഹമാസ് ഭീകരരെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോഴും പ്രത്യേകിച്ച് കേരളത്തിൽ പലർക്കും യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്താണ്, ഈ ഹമാസ് എന്ന ഭീകര സംഘടന യഥാർത്ഥത്തിൽ ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല എന്നതാണ് വസ്തുത. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷപാതപരമായിട്ടുള്ള ചില പ്രസ്താവനകളും ഒപ്പം കേരളത്തിലെ മാധ്യമങ്ങളുടെ പക്ഷപാതപരമായിട്ടുള്ള റിപ്പോർട്ടിങ്ങുമാണ്. എന്താണ് വാസ്തവം? ഈ ടീം ഇന്ന് ഈ എപ്പിസോഡിൽ ചർച്ചയ്ക്കെടുക്കുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്കുള്ള ചില വസ്തുതകളാണ്. ഗാസയിലെ സാധാരണക്കാരുടെ നരകയാതനയ്ക്ക് യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്? ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെ അഴിച്ചുവിട്ട നരനായാട്ടിന് പിന്നിൽ ഹമാസിന്റെ ഗൂഢലക്ഷ്യം എന്താണ്? ഇതൊക്കെയാണ് ഇന്ന് എന്താണ് വാസ്തവം ഈ ടീം ഇന്നിവിടെ അവലോകനം ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോസ് അരുൺ റോസ്. നമ്മൾ ഈ എന്താണ് വാസ്തവം ഈ പ്രോഗ്രാം ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡിൽ ഈ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അഴിച്ചുവിട്ട നരനായാട്ടിന്റെ യഥാർത്ഥ വസ്തുതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. പക്ഷേ പിന്നീട് പല വാർത്തകളും നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന ഓമന പേരിട്ട് നടന്ന ഒരു ഐക്യദാർഢ്യ റാലിയിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ശശി തരൂർ ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അദ്ദേഹത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മൂവാറ്റുപുഴ കൗൺസിലർ ശ്രീമതി ജോയ്സ് മേരിക്കെതിരെയും സമാനമായിട്ടുള്ള രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു പ്രധാന കാരണം നാം നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞു, പലർക്കും ഇതിന്റെ യഥാർത്ഥ വസ്തുത കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അതായത് പാലസ്തീൻ ജനതയെ അല്ലെങ്കിൽ പാലസ്തീനിലെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളെ, സാധാരണക്കാരെ യഥാർത്ഥത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഹമാസ് ഭീകരവാദികളാണ് എന്നുള്ള തെറ്റായ ധാരണയാണ് പലരുടെയും മനസ്സിലുള്ളത്. ഒപ്പം തന്നെ ഈ ഇസ്രായേലിനെ പ്രതി ചേർക്കാനുള്ള വല്ലാത്തൊരു ത്വര കേരളത്തിലെ പല മാധ്യമങ്ങൾക്കുമുണ്ട്, പല രാഷ്ട്രീയ നേതാക്കൾക്കുമുണ്ട്. എനിക്കൊന്ന് ഈ പല രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ പ്രസ്താവനകൾ കാണുമ്പോൾ ഇവർ മനഃപൂർവ്വം ഈ ഇത്തരത്തിൽ പറയുന്നതാണോ, അതോ ഈ ചരിത്രത്തെക്കുറിച്ച് ഒരു അവബോധവും ഇല്ലാതെ ഒരു എന്താണ് പറയണേ, ഒരു മണ്ടത്തരം വിളമ്പുന്നതാണോ? അരുൺ എന്താണ് തോന്നുന്നത്? ഇവർക്ക് അറിയാതെയൊന്നല്ല ജോർജ്, ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. എന്നിരുന്നാലും അവരുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ ചില നിലപാടുകൾ അവർക്ക് അങ്ങനെ സ്വീകരിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളിലുള്ള മിതവാദികളായ വ്യക്തികളെ, ഇപ്പൊ നേരത്തെ ജോർജ് സൂചിപ്പിച്ചിരുന്ന പോലെ ശശി തരൂര്, ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ കോൺഗ്രസിനുള്ള ചില വ്യക്തികളെ, അതെ ഇവരെല്ലാവരും ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിളിക്കുമ്പോഴേക്കും ഇവരെല്ലാവരും ഉറഞ്ഞു തുള്ളുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ഒരിക്കലും അത് ജനങ്ങളുടെ മുമ്പിലേക്ക് ആ സത്യം പുറത്തു വരരുത്. ഇവർ നിൽക്കുന്നത് പാലസ്തീന്റെ ഒപ്പാണ്, അതായത് ഹമാസ് ഭീകരവാദികളുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ ഇവര് നടിക്കുന്നത് പാലസ്തീനിലെ സാധാരണ ജനങ്ങൾക്കൊപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഐക്യദാർഢ്യ റാലികൾ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളിൽ ഹമാസ് ഭീകരവാദികളെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൊള്ളുന്നത്? അത് വളരെ കറക്റ്റാണ് അരുൺ. കാരണം ഈ പലർക്കും ഈ ഹമാസ് ഭീകരവാദികൾ ഈ ഗാസയിൽ ചെയ്തു കൂട്ടുന്ന ക്രൂരകൃത്യം, നമുക്ക് ഈ എപ്പിസോഡിന്റെ അടുത്ത ഘട്ടത്തിൽ അത് കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാം. ഈ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ക്രൂരതകൾ നാം ചർച്ച ചെയ്തു. ഈ ഗാസയിൽ തന്നെ ഹമാസ് തീവ്രവാദികൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യത്വരഹിതമായ ചില പ്രവർത്തികളുണ്ട്. അതിലേക്ക് നമ്മൊന്ന് ചർച്ച ചെയ്യാം, അത് അടുത്ത ഘട്ടത്തിൽ. പക്ഷെ അതിനു മുമ്പ് അരുൺ സൂചിപ്പിച്ചു, ഈ പാലസ്തീൻ വിഷയം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം എന്ന ഒരു വാർത്ത വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു പേരാണ് ഈ ഹമാസ് എന്നുള്ള ഒരു പേര്. അപ്പോൾ പലരുടെയും മനസ്സിലുള്ള ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്, ഈ പാലസ്തീനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹമാസ് ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. അരുൺ സൂചിപ്പിച്ചു, ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഈ ഗാസയിൽ അവർ ഭരിക്കുന്നു. ഒപ്പം തന്നെ ഈ വെസ്റ്റ് ബാങ്ക്, ഈ ഗാസ വെസ്റ്റ് ബാങ്ക്, അത് രണ്ടും ചേർന്നതാണ് പാലസ്തീൻ എന്നുള്ള ധാരണ പോലും പലർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും പ്രസ്താവനകൾ ഇറക്കുന്നത്
ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ്. ഒരിക്കലും ഇസ്രായേലും പാലസ്തീൻ തമ്മിലല്ല ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. പാലസ്തീൻ ഇസ്രായേലായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, ഇസ്രായേൽ പാലസ്തീനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സംഘർഷം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ ഹമാസ് ഭീകരർക്കെതിരെയാണ്. ഈ നരനായാട്ട് നടത്തിയ ഹമാസ് തീവ്രവാദികൾക്കെതിരെയാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നത്. അല്ലാണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരെ ഒരു ഘട്ടത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഹമാസ് ഒപ്പം തന്നെ ഈ PLO, ഈ രണ്ട് സംഘടനകൾ എങ്ങനെ പാലസ്തീനിൽ രൂപം കൊണ്ടു, അതിന്റെ ഒരു യഥാർത്ഥ ഒരു ചരിത്രം നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലരും ഈ ഹമാസ് അനുകൂലികളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കയറിക്കിടക്കാൻ ഇടം കൊടുത്ത ജൂതർ പിന്നെ അവരുടെ പ്രദേശം കൈയടക്കി എന്നൊക്കെ പറഞ്ഞ് ഈ ട്രോളും കാർട്ടൂണും ഒക്കെ ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇസ്രായേലിന്റെ ഒരു ചരിത്രം, അത് ഒത്തിരി ഡീറ്റെയിലേക്ക് പോകേണ്ട, കാരണം ഒരു ചരിത്രം അവലോകനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഈ ഹമാസ് എന്താണ് ഈ ഗാസയിൽ ചെയ്തു കൂട്ടുന്നത്, ഇസ്രായേലിനെതിരെ നടത്തുന്ന ക്രൂരത, ഈ പാലസ്തീൻ ജനതയെ യഥാർത്ഥത്തിൽ ഉപദ്രവിക്കുന്നത് ഈ ഹമാസ് തീവ്രവാദികൾ ആണ് എന്ന ഒരു വസ്തുത നമുക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ചരിത്രത്തിലൂടെ ഒരു യാത്ര നടത്തിയതിനു ശേഷം മാത്രമാണ് ആ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. എനിക്ക് റോസ് കുറെ കൂടി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അതായത് പലരും ചരിത്രം പറയുന്നത് 1948 മുതലാണ്. ഈ 1948 മുതലല്ല പാലസ്തീന്റെ ചരിത്രം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം ഉള്ളത്. അപ്പൊ ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. കാരണം റോസ് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ജനങ്ങൾ വളരെയധികം ഏറ്റെടുത്ത, ഹൃദയത്തിൽ തന്നെ ഏറ്റെടുത്ത ശ്രദ്ധേയമായിട്ടുള്ള 1-2 പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു യാത്ര നമുക്ക് നടത്താം. BC 17-ാം നൂറ്റാണ്ടിൽ അബ്രാഹാം കാനാൻ ദേശത്ത് എത്തുന്നതോടുകൂടിയാണ് ഇസ്രായേലിന്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. കാനാൻ ദേശത്ത് അവർ വളർന്നു പെരുകുന്നു. ജോസഫിന്റെ കാലത്ത് കാനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടാകുന്നു. അവർ ഈജിപ്തിലേക്ക്, ഈ ക്ഷാമത്തിൽ നിന്ന് മോചനം കിട്ടാനായി അവര് ഈജിപ്തിലേക്ക് മാറുന്നു. ഈജിപ്തിൽ അവര് ഫറവോയുടെ അടിമകളായി, ഈജിപ്തിന്റെ അടിമകളായി അവര് മാറുന്നു. പിന്നീട് ഈജിപ്തിൽ നിന്ന് അവർ വീണ്ടും കാനാൻ ദേശത്തേക്ക് മോശയിലൂടെ അവർ എത്തിച്ചേരുകയാണ്. കാനാൻ ദേശത്ത് അവർ വീണ്ടും എത്തിച്ചേരുന്നു. അവിടെ വീണ്ടും അവർക്കൊരു അസൂയാവഹമായ വളർച്ച ഉണ്ടാകുന്നു. അവർക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടാകുന്നു. തുടർന്ന് അവർക്ക് ആദ്യമായിട്ടൊരു രാജാവ് ഉണ്ടാകുന്നു. ആ രാജാവാണ് സാവൂൾ. അത് BC 1020-ലായിട്ടാണ് സാവൂൾ അവർക്ക് രാജാവാകുന്നത്. പിന്നീട് ദാവീദ് വരുന്നു, സോളമൻ വരുന്നു. സോളമന്റെ കാലത്ത് അവർക്ക് ആദ്യമായിട്ട് ജെറുസലേമിൽ ഒരു ദേവാലയം പണിയുന്നു. തുടർന്ന് അവരുടെ രാജ്യം, ഇസ്രായേൽ എന്ന രാജ്യം 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയാണ്. ഇസ്രായേൽ, യൂദ, ഇങ്ങനെ 2 രാജ്യങ്ങളായിട്ട് വേർതിരിക്കപ്പെടുന്നു. ഈ ഇസ്രായേലിനെ അസീറിയൻ രാജാക്കന്മാര് കീഴടക്കുന്നു. അങ്ങനെ ആ ഇസ്രായേൽ എന്ന ഭാഗം അവിടെ നിന്ന് പോകുന്നു. പിന്നീടുള്ള യൂദയാണ്. യൂദയെ ബാബിലോണിയൻസ് കീഴടക്കുന്നു. നെബൂഖദ്നേസർ രാജാവിന്റെ നേതൃത്വത്തില് ബാബിലോണിയൻസ് കീഴടക്കുന്നു. പിന്നീട് ജ്യൂസ് അവിടുന്ന് ചിതറിക്കപ്പെടുന്നു. ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പിന്നീട് ഈ ബാബിലോണിയൻസിനെ പേർഷ്യൻ രാജാവ് കീഴടക്കുകയാണ്. അപ്പൊ പേർഷ്യൻസിന്റെ കീഴിലാകുന്ന യഹൂദര് പിന്നീട് വീണ്ടും ജെറുസലേമിലേക്ക് മടങ്ങി വരികയാണ്. അതിനുശേഷം പിന്നെ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻസിനെ ആക്രമിക്കുന്നുണ്ട് അല്ലെ. ജെറുസലേമിലേക്ക് മടങ്ങി വന്ന യഹൂദര് വീണ്ടും അവർക്ക് രണ്ടാമതൊരു ദേവാലയം പണിയുന്നു. പിന്നീടാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യത്തിന് കീഴിലേക്ക് ജെറുസലേം വരുന്നത്. മക്കബായ വിപ്ലവത്തിന്റെ നാളുകൾ തുടർന്നു വരുന്നു. ആ മക്കബായ വിപ്ലവത്തിന്റെ നാളുകളിൽ യഹൂദര് വീണ്ടും സ്വതന്ത്രരാകുന്നു. എന്നാൽ വീണ്ടും റോമൻ സാമ്രാജ്യം ഇവരെ വീണ്ടും കീഴടക്കുകയാണ്. BC 60 വീണ്ടും യഹൂദരെ കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ ജെറുസലേം വീണ്ടും റോമക്കാരുടെ പിടിയിലാവുകയാണ്. നമ്മൾ ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല, കാരണം ചരിത്രത്തിലുള്ള വസ്തുതകളാണ്. അത് ചരിത്രത്തിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ കൂടുതൽ തെളിവുകളിലേക്ക് പോകണമെങ്കിൽ ഈ പ്രോഗ്രാം 1-2 മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് തന്നെ വർഷങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് വളരെ സ്പീഡിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് റോസ്. നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഈ ഇസ്രായേലിന്റെ ചരിത്രം, റോസ് പറഞ്ഞ ആ BC ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ നാം എത്തി നോക്കുമ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഷിക ചിന്തയ്ക്ക് ഒക്കെ അപ്പുറമായിട്ടുള്ള ചില ഇടപെടലുകൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു വസ്തുതയാണ്. അത് നമുക്ക് മനുഷ്യബുദ്ധിക്ക്, ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നമ്മൾ ഈ പറയുന്ന 6 ഡേ വാർ ഒക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ അബ്രഹാമിന്റെ കാലം മുതൽ തന്നെ ഈ ഒരു 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ദൈവികമായിട്ടൊരു ഇടപെടൽ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഒരിക്കലും മറ്റ് രാജ്യങ്ങളെ പോലെയുള്ള ഒരു ചരിത്രമല്ല ഇസ്രായേലിനുള്ളത്. അത് ഒരു വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് തന്നെ പറയാം. ദൈവം അത് മുഴുവൻ പരിശുദ്ധ ബൈബിളിന് മുഴുവൻ പ്രവചനങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നമ്മൾ ഈ BC മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ പോലും ആ കാലഘട്ടം മുതൽ തന്നെ ഈ ഇസ്രായേലിന് നേർക്ക് ഈ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഒരു അസൂയ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷം, വെറുപ്പ് ആ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ 2023 കാണുന്ന ചില സംഭവങ്ങളുടെയൊക്കെ ചില മുൻ ആസ്വാദനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ കാലഘട്ടത്തിൽ നടന്നു. ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഫറവോ ഇസ്രായേലിന്റെ കാലത്ത് എല്ലാ ആൺകുട്ടികളെയും കൊല ചെയ്യുന്നു. നമുക്കറിയാം. ഹമാസ് ചെയ്ത ക്രൂരതകൾ നമുക്കറിയാം.
അറിയാം. അതുപോലെ എസ്തേറിന്റെ കാലത്തുണ്ട് എല്ലാ യഹൂദരെയും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഡിഗ്രി തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. അത് എസ്തേർ രാജ്ഞിയിലൂടെ അത് അത്ഭുതകരമായിട്ട് അത് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് BC 60 ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൽ യഹൂദർ വരുന്നു. പിന്നീടുള്ള ചരിത്രം പറഞ്ഞു. പിന്നീട് ഒരു AD 70 റോമൻ ജനറൽ അതായത് യേശുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും എല്ലാം ശേഷം, യേശുവിന്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം AD 70 യേശു പ്രവചിച്ചിരുന്നു ജെറുസലേം ദേവാലയത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് പ്രവചിച്ചിരുന്നു. AD 70 റോമൻ ജനറൽ പോംബെയുടെ നേതൃത്വത്തിൽ ജെറുസലേമിന് നേരെ ഉഗ്ര ആക്രമണം ഉണ്ടായത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തന്നെ ജെറുസലേം ദേവാലയം അതിന്റെ അടിസ്ഥാന കല്ലുകളിൽ നിന്ന് ഇളക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ശേഷിച്ചു. അങ്ങനെ ജെറുസലേം അഗ്നിക്കിരയായി യഹൂദരെ അടിമകളാക്കി കൊണ്ടുപോയി യഹൂദരെയൊക്കെ കൊന്നൊടുക്കി. എന്നിട്ട് റോമൻ സെനറ്റ് ഒരു നിയമം പാസ്സാക്കുകയാണ് AD 135. അതായത് ജെറുസലേമിൽ ഒരൊറ്റ യഹൂദൻ പോലും ശേഷിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കുകയാണ്. അതായത് ആ കാലത്താണ് യഹൂദർ ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടത്. നമ്മുടെ കേരളത്തിലും അവരെത്തി. അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ദേശം, നൂറ്റാണ്ടുകളായിട്ട് അവർ അധിവസിച്ചിരുന്ന ഒരു ദേശം, അവിടെ നിന്നും അവർ തുരുത്തി ഓടിക്കപ്പെട്ടു. പക്ഷെ അവർ പോയിടത്തെല്ലാം അവർ യഹൂദർ എന്ന ഒരു ഐഡന്റിറ്റി നിലനിർത്തി. അവര് അമേരിക്കൻ യഹൂദർ, ബ്രിട്ടീഷ് യഹൂദർ, ആഫ്രിക്കൻ യഹൂദർ എന്നൊക്കെ അറിയപ്പെട്ടു. പക്ഷെ യഹൂദൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി അവർക്ക് നിലനിന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ എവിടെയായിരുന്നാലും നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ മട്ടാഞ്ചേരിയിൽ പോയാൽ തന്നെ നമുക്കറിയാം അവരുടെ ആ തനത് സംസ്കാരം, അവരുടെ ആ സിനഗോഗ്, അവരുടെ ആ ഒരു ആചാരങ്ങള്, അവരുടെ വിശുദ്ധ ഗ്രന്ഥം, അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ, വളരെ പരിപാവനമായിട്ട് തന്നെ ആ നൂറ്റാണ്ടുകളായിട്ട് അവർക്കത് തുടരാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട. അത് ലോകത്തിലെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായിക്കോട്ടെ, അവിടെ ക്ഷാമം ഉണ്ടായിക്കോട്ടെ, ദാരിദ്ര്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അവരുടെ ആ ഒരു തനിമ, അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു പാരമ്പര്യം, അത് കൃത്യമായിട്ട് തന്നെ ഈ നൂറ്റാണ്ടുകളായിട്ട് കൃത്യമായി അത് തനിമ ചോരാതെ തന്നെ നിലനിർത്താൻ അവർക്ക് സാധിച്ചു. അത് മാത്രമല്ല, അവർ ഓരോ രാജ്യങ്ങളിലും സെറ്റിൽഡ് ആയെങ്കിലും യഹൂദ നാട്ടിലേക്ക്, അതായത് അവരുടെ മാതൃദേശത്തേക്ക്, ഇസ്രായേലിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ആഗ്രഹം തീവ്രമായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ, എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ റോസ് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ ചരിത്രത്തിൽ ഒന്നും തന്നെ അറബികൾ ആ ദേശത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു വേണമെങ്കിൽ പറയാം അല്ലെ. അതെ, ഈ ഘട്ടം വരെ. പിന്നീട് ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ റോമാക്കാരുടെയും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെയും അധീനതയിൽ കഴിഞ്ഞ ഇസ്രായേൽ പ്രദേശം AD 636 ഈ അറേബ്യൻ കാലിഫേറ്റ് കൈയടക്കുന്നു. പിന്നീട് അതിന്റെ ഇടയിൽ എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ഇടയിൽ റോമൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചു. അപ്പൊ ഈ റോമൻ എംപയറിന്റെ കീഴില് ജെറുസലേം വന്ന സ്ഥിതിക്ക് അപ്പോൾ ജെറുസലേമിന്റെ ഒരു മതമായിട്ട് ക്രിസ്തു മതം മാറുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവിടെ ക്രിസ്ത്യാനിറ്റി ശക്തി പ്രാപിക്കുന്നുണ്ട് സാമ്രാജ്യത്തിന് കീഴിൽ. പിന്നീടാണ് AD 636 നേരത്തെ പറഞ്ഞതുപോലെ അറേബ്യൻ കാലിഫേറ്റിന്റെ ഒരു ഭരണം ആ മേഖലയിൽ വരുന്നു. AD 12-ാം നൂറ്റാണ്ടിലെ കുരിശുയുദ്ധം ഒഴിച്ചു നിർത്തിയാൽ നൂറ്റാണ്ടുകളോളം ആ ഒരു മേഖല അറേബ്യൻ കാലിഫേറ്റിന്റെ കീഴിലായിരുന്നു ജെറുസലേം ആ ഒരു പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത്. അതിനെ തുടർന്ന് ഈ വർഷങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്തുവിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടം നാം നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മതപീഡനങ്ങളിലൂടെയൊക്കെ യഹൂദർക്ക് കടന്നു പോകേണ്ടി വന്നു. ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഈ റോമൻ സെനറ്റിന്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഉത്തരവ് വന്നിരുന്നു, അല്ലെ? യഹൂദർ ആ ഒരു പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. നമ്മൾ 135 ആ പ്രഖ്യാപനം വന്നത്. അതായത് യഹൂദരെല്ലാം ജെറുസലേം വിട്ട് പോകണം എന്നായിരുന്നു പ്രഖ്യാപനം. അപ്പോൾ നാം ഈ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം ഈ യഹൂദ ജനത വലിയ രീതിയിലുള്ള പീഡനങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നു. അവർ ആയിരിക്കുന്ന ആ ഒരു പ്രദേശത്ത്. അതിനെ തുടർന്ന് അവർക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും അവർക്ക് പോകേണ്ടി വന്നു. ഇന്ത്യയിലേക്ക് വരെ അവർ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നീട് നമുക്ക് എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. കാരണം ഈ അവരായിരിക്കുന്ന ദേശങ്ങളിലൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമോ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമോ നമ്മൾ പറഞ്ഞ ഈ കാലയളവിലൊന്നും ഇല്ല. പല സാമ്രാജ്യങ്ങളുടെ അധീനതയിൽ ആ പ്രദേശം ആയിരുന്നു എന്ന് മാത്രം. അതിൽ തന്നെ ഇപ്പോൾ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഭൂമി ഇസ്രായേൽ ആയിരിക്കുന്ന, അല്ലെങ്കിൽ ചിലർ പാലസ്തീൻ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂമി, ആ ഇസ്രായേലിന്റെ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ അവകാശം പറയാൻ സാധിക്കുന്നത് അബ്രാഹത്തിന്റെ ചരിത്രം വെച്ച് പറയുമ്പോൾ യഹൂദർക്ക് തന്നെയാണ്. ചരിത്രത്തിന്റെ അടിസ്ഥാനം. ഇനി ക്രൈസ്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അബ്രാഹത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ ക്രിസ്തു ജനിച്ചതും ക്രിസ്തു വളർന്നതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും ആയിട്ടുള്ള എല്ലാ ചരിത്രവും, ക്രൈസ്തവന്റെ ചരിത്രം മുഴുവൻ കിടക്കുന്നത് ഇസ്രായേലിലാണ്. അപ്പൊ യഹൂദനെയും ക്രൈസ്തവനെയും സംബന്ധിച്ച് ഇതൊരു ജനനസ്ഥലം മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഏറ്റവും സുപ്രധാനമായ, അവരുടെ മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും സുപ്രധാനമായ സ്ഥലമാണ്. ഇനി ഇതേ ഭൂമിയിൽ തന്നെ ഇസ്ലാമിനും അവർ അവകാശം പറയുന്നുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഭൂമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ
മുഹമ്മദ് നബിയുടെയൊക്കെ ജീവിതവും അവരുടെ ചരിത്രവും എല്ലാം കിടക്കുന്നത് മക്കയിലും മദീനയിലുമാണ്. പക്ഷെ ജെറുസലേം അവർക്ക് എങ്ങനെ പുണ്യഭൂമിയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിശ്വാസപ്രകാരം ഒരു ദിവസം മുഹമ്മദ് നബി ഞൊടിയുടെ വേഗത്തിൽ ഒരു ബുറാക്ക് എന്ന് പറയുന്ന ഒരു കുതിരപ്പുറത്ത്, ചിറകുള്ള ഒരു കുതിരപ്പുറത്ത് ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ കാലൂത്തുകയും അവിടുന്ന് ആ നിമിഷം തന്നെ സ്വർഗത്തിലേക്ക് പോയി വന്നു എന്നുള്ള അവരുടെ ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൽ അക്സ, ഇപ്പൊ നമ്മൾ ജെറുസലേമിൽ കാണുന്ന ജെറുസലേമിന്റെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആദ്യം കണ്ണിലേക്ക് പെടുന്നത് അൽ അക്സ മോസ്ക് ആണ്. ഈ അൽ അക്സ മോസ്കിന്റെ പേരിൽ തന്നെയാണ് അൽ അക്സ ഫ്ലഡ് എന്ന പേരിലാണ് ഹമാസ് തീവ്രവാദികളെ ഇസ്രായേലിനെ ആക്രമിച്ചത്, ഒക്ടോബർ 7-ാം തീയതി ആക്രമിച്ചത്. അപ്പോൾ അതിനുശേഷം നമുക്കിനി 19-ാം നൂറ്റാണ്ടിലേക്ക് വരാം. 19-ാം നൂറ്റാണ്ട് മുതൽ പ്രകടമായിട്ടുള്ള, നേരത്തെ റോസ് സൂചിപ്പിച്ചു, അവർ ഏതൊക്കെ ഈ യഹൂദ ജനത ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അവർ അവരുടെ തനതായിട്ടുള്ള സംസ്കാരത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ അവരുടെ സ്വദേശത്തേക്ക് ചരിത്രപരമായിട്ട് അവർക്ക് അവകാശമുള്ള, നൂറ്റാണ്ടുകളായിട്ട് അവർ കഴിഞ്ഞിരുന്ന സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ആഗ്രഹം അത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതെ ജോർജ്, ഈ സമയത്ത് ഓട്ടോമൻസിന്റെ കീഴിലാണ് ഈ പാലസ്തീൻ ഉൾപ്പെടുന്ന സ്ഥലം. അവിടെ കുറച്ച് അറബികൾ താമസിച്ചിരുന്നു. ഈ അറബികൾ അവിടെ എത്തിയത് സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും പിന്നെ മുൻകാലങ്ങളിലുണ്ടായ ചില യുദ്ധങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളൊക്കെയായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിരുന്നവരാണ്. പലസ്തീനിയായിൽ താമസിച്ചിരുന്ന ആർക്കും തന്നെ ഒരു ലോങ് പീരീഡിന്റെ ഒരു ചരിത്രമില്ല. ഇസ്രായേലികൾ വരുന്നതിനേക്കാളും ഒരു മാക്സിമം ഒരു 50-100 വർഷത്തിന്റെ ചരിത്രം മാത്രമേ അവർക്കുള്ളൂ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ വിശുദ്ധ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ നാടുമായി ബന്ധപ്പെട്ട്, ക്രൈസ്തവരുടെ പുണ്യസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷനും ആ മേഖലയിൽ നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായിരുന്നു. ആ കാര്യം കൂടി നാം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശത്തെ പറ്റി 1867 മാർക്ക് എന്ന് പറഞ്ഞ ഒരു സഞ്ചാരി പറയുന്ന വാക്കുകളുണ്ട്. നാളുകളായി മനുഷ്യരാരും ഇല്ലാത്തൊരു പ്രദേശം, ഒന്നും വളരാത്ത ഒരു പ്രദേശം, ഇങ്ങനെ, അതായത് ഒരു വരണ്ട അതെ അവിടെ ഒരു കൃഷിയിലോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ പറഞ്ഞ പാലസ്തീൻ ആയിരുന്നത്. ഈ പാലസ്തീനിലോട്ട് ഇതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമീപത്തുള്ള ചില അറബി രാജ്യങ്ങളിൽ ചിലരൊക്കെ അവിടെ വന്ന് കുടിയേറി പാർത്തു. അതിന്റെ ഇടയിൽ യഹൂദരുണ്ടല്ലോ, ഈ ശൂന്യമായി കിടക്കുന്ന ഇസ്രായേലിന്റെ ഭൂമി, അത് ഈ ചിതറി കിടക്കുന്ന യഹൂദരെ ഈ കാഴ്ച ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാരണം അവരുടെ പൂർവികര് സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന നാട് ശൂന്യമായി കിടക്കുന്ന ആ ഒരു കാഴ്ചകൾ അവരെ ഭയങ്കര വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലയളവില് അവിടേക്ക് മടങ്ങാനുള്ള യഹൂദരുടെ ആ ഒരു വികാരം, ആ ഒരു തീക്ഷ്ണത ശക്തി പ്രാപിച്ചു. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ ആദ്യ നാളുകളിൽ റോസ് പറഞ്ഞതുപോലെ ഈ സയനിസം മൂവ്മെന്റ്, അതായത് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള വലിയൊരു ആഗ്രഹം ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള പല യഹൂദരിലും ശക്തി പ്രാപിക്കുന്ന ഒരു സമയം. പിന്നീടാണ് ഈ 1-ാം ലോക മഹായുദ്ധം. അതിനു മുൻപ് ഒരു കാര്യമുള്ളത്, 1882 ഈ വികാരത്തിന്, ഈ യഹൂദർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ആദ്യത്തെ ഒരു മൂവ്മെന്റ്, ആ യഹൂദരുടെ മടങ്ങി വരവിന് അവര് പറയുന്ന പേര് ആലിയ മൂവ്മെന്റ്. ആ ആലിയ മൂവ്മെന്റിന്റെ ആദ്യത്തെ പ്രൊസീജിയർ, ആദ്യത്തെ മടങ്ങി വരവ് നടന്നത് ആ കാലയളവിലാണ്. 1882 മുതൽ 1903 വരെയുള്ള കാലയളവിൽ. മെയിനായിട്ട് റഷ്യയിൽ നിന്നുള്ളവരാണ് ആ സമയത്ത് ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തിയത്. ഇവിടെ ഇവർ മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ഇവര് കുടിയേറ്റക്കാരായിട്ടല്ല, അഭയാർത്ഥികളായിട്ടൊന്നല്ല അവർ വന്നത്. അവരാ സ്ഥലം ആ സമയത്ത് ഏകദേശം 1900 ഒക്കെ കാലത്ത് 5 ലക്ഷത്തോളം അറബികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ അറബികളുടെ കയ്യിൽ നിന്നും പണം കൊടുത്ത് അവർ സ്ഥലം വാങ്ങുകയാണ് ചെയ്തത്. പല അറബി ലീഡേഴ്സ് അടക്കം ഇവർക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പണം കൊടുത്ത് തന്നെയാണ് ഈ സ്ഥലം വാങ്ങിയത്. അവര് നിയമപരമായിട്ട് തന്നെയാണ് ആ ദേശം കൈക്കലാക്കിയത്. അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ തന്നെയാണ് ആദ്യത്തെ ഒരു കുടിയേറ്റം, അല്ലെങ്കിൽ ഈ റഷ്യയിൽ നിന്നൊക്കെയുള്ള യഹൂദർ അവിടെ ആലിയ നടന്നത്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ 2023 ഈ ആലിയ വളരെയധികം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഈ യുദ്ധ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ വീഡിയോകൾ കണ്ടു. അവര് വളരെ സന്തോഷത്തിലും ഹൃദയ നിറവിലും ഒക്കെ വന്ന് അവര് പരസ്പരം ആലിംഗനം ചെയ്ത് യുദ്ധത്തിന്റെ കാര്യമൊക്കെ അവർ മറക്കുകയാണ് അവിടെ വരുമ്പോൾ. പിന്നീട് ഈ 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് നമുക്കൊന്ന് പോകാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ 1-ാം ലോക മഹായുദ്ധം തുടങ്ങുന്ന ആ കാലഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള റോസ് സൂചിപ്പിച്ച ഈ ആലിയ മൂവ്മെന്റ്സ് ഇസ്രായേലിലേക്ക് നടക്കുന്നുണ്ട്. 1909 അവിടെ യഹൂദരുടെ ആദ്യത്തെ സെറ്റിൽമെന്റ്, കിബൂട്സ് എന്നായിരുന്നു അതിന്റെ പേര്. ആദ്യത്തെ സെറ്റിൽമെന്റ് 1909 ഉണ്ടാവുന്നുണ്ട്. മെയിനായിട്ട് ഫാർമേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു മടങ്ങി വന്നവരില് കൂടുതലും. അതായത് ഈ ഒക്ടോബർ 7 കിബൂസികളെയാണ് ഹമാസിന്റെ ഭീകരന്മാർ ആദ്യം ആക്രമിച്ചത്. അപ്പൊ ഈ കിബൂസികൾ എന്ന വാക്ക് തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഫാർമേഴ്സ് അല്ലെങ്കിൽ കൃഷിക്കാരായിട്ട് വന്ന ഇസ്രായേലികളാണ്. മടങ്ങി വന്ന യഹൂദരുടെ ആദ്യത്തെ സെറ്റിൽമെന്റ് ആയിരുന്നു കിബൂട്സ്. അപ്പോൾ ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പരാജയത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് എന്ന് വെച്ചാൽ ഈ ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ രൂപം, അവർ ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഈ സിറിയ, ലെബനോൺ, പാലസ്തീൻ, ജോർദാൻ എന്നീ പ്രദേശങ്ങളെ വേർതിരിച്ചെടുക്കുകയും ആ പ്രദേശങ്ങളെ ഇംഗ്ലണ്ട് ഒപ്പം തന്നെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് അവർ പങ്കിട്ടെടുക്കാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ രാജ്യങ്ങളുടെ കീഴിലായി ഈ പറയുന്ന പ്രദേശങ്ങൾ.
അതായത് പാലസ്തീൻ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്തീൻ, അതായത് ബ്രിട്ടന്റെ കോളനി ആയിട്ട് മാറുകയാണ്. ആ കാലഘട്ടത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ള ഈ ബാൽഫോർ ഡിക്ലറേഷൻ ഒക്കെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് തുടർന്നുള്ള ഒരു ചർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോസ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടന്, സൂര്യൻ അസ്തമിക്കാത്ത നാടായിരുന്നു അന്ന് ബ്രിട്ടൻ. അപ്പൊ ബ്രിട്ടനെ ആ യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് റഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു യഹൂദനായിരുന്നു, ഒരു കെമിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു ചെയിം വെയ്സ്മാൻ. പിന്നീട് ചെയിം വെയ്സ്മാൻ ആണ് ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആകുന്നത്. ഈ ചെയിം വെയ്സ്മാന്റെ ടെക്നോളജി, യുദ്ധത്തിലെ വാർ ടെക്നോളജി, ആ വാർ ടെക്നോളജി യൂസ് ചെയ്താണ് ബ്രിട്ടന് വൻ വിജയം ഉണ്ടാകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തില്. അപ്പൊ അതിന്റെ പ്രതിഫലമായിട്ട് എന്ത് വേണം എന്ന് ചെയിം വെയ്സ്മാനോട് ചോദിച്ചപ്പോ ചെയിം വെയ്സ്മാൻ ആവശ്യപ്പെട്ടത് തങ്ങളുടെ പൂർവികരുടെ ദേശത്തേക്ക് അവർക്ക് മടങ്ങണമെന്നായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ബാൽഫോർ വിളംബരം. ബാൽഫോർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയുടെ പേരായിരുന്നു, ആർതർ ജോസഫ് ബാൽഫോർ. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി. അപ്പൊ അവർക്ക് ഉറപ്പ് നൽകുകയാണ്, ബാൽഫോർ വിളംബരത്തിലൂടെ അവർക്ക് ഉറപ്പ് നൽകപ്പെടുകയാണ് പാലസ്തീന്റെ മണ്ണിൽ ഒരു യഹൂദ രാഷ്ട്രം ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ഇവിടുന്ന് മുതലാണ് അറബികള് യഹൂദരെ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് വന്ന യഹൂദരെ ഈ ശത്രുക്കളായിട്ടൊക്കെ കാണാൻ തുടങ്ങിയത്. അതിനുശേഷം 1920 മുതൽ അറബികൾ ജൂതന്മാരെ ആക്രമിക്കുന്നുണ്ട്. ആദ്യത്തെ ആക്രമണത്തിൽ 50ഓളം ജൂതന്മാർ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെ തുടർന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീണ്ടും 1929 ഏകദേശം ഒരു 133 പേര് ജൂതന്മാര് കൊല്ലപ്പെടുന്നുണ്ട്. അതായത് അറബികൾക്ക് ഒരു ഭയം കയറി. കാരണം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദർ അവരുടെ ലാൻഡ് കൈവശപ്പെടുത്തുമോ എന്നുള്ള ഒരു ഭയം വന്നു. തുടർന്ന് മുഫ്തി ഹുസൈനി, അറബ് നേതാവായിരുന്ന മുഫ്തി ഹുസൈനി, ഈജിപ്തിന്റെ പ്രസിഡന്റ് നാസർ, ഇവരൊക്കെ കൂടി ഒരു ആന്റി ജൂയിഷ് പ്രവണത, ഒരു ആന്റി സെമിറ്റിസം, ലോകം മുഴുവൻ ഇവരിൽ കൂടി ഒരു ആന്റിസെമിറ്റിസം പ്രചരിക്കുന്നുണ്ട്. ഫലമായിട്ട് സ്പെയിനിൽ 20,000 യഹൂദര് കൊല്ലപ്പെട്ടു, പോളണ്ടിൽ 100,000 യഹൂദര് കൊല്ലപ്പെട്ടു, മൊറോക്കോയിൽ യഹൂദരെ കൊല്ലുന്നത് കൊലപാതകമായിട്ട് ഗണിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ആന്റിസെമിറ്റിസം ലോകമെങ്ങും അരങ്ങേറി പ്രാപിച്ചു. അതിന്റെ ഏറ്റവും ഒരു തീവ്രത അല്ലെങ്കിൽ ഒരു പീക്ക് പോയിന്റിലാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഹോളോകോസ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ നാസികൾ അല്ലെങ്കിൽ ഹിറ്റ്ലർ യഹൂദർക്കെതിരെ അഴിച്ചുവിട്ട ആ ഒരു നരനായാട്ട് അല്ലെ. 70 ലക്ഷത്തോളം യഹൂദരാണ് ആ കാലയളവിൽ കൊല്ലപ്പെട്ടത്. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദർക്ക് നാം നേരത്തെ സൂചിപ്പിച്ചു 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ പലർക്കും ഈ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ അവർ ആയിരിക്കുന്ന ആ ഒരു ദേശത്തിന്റെ കംഫോർട്ടിൽ തന്നെ നിൽക്കണം എന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പം രണ്ട് ചിന്താഗതികൾ ഉള്ള യഹൂദർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്തു, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ രീതിയിലുള്ള പീഡനങ്ങളിലൂടെ യഹൂദ ജനത കടന്നു പോകേണ്ടി വന്നു. പല രാജ്യങ്ങളിലും ഇപ്പം റോസ് പറഞ്ഞതുപോലെ യഹൂദനെ കൊല്ലുന്നത് ഒരു കൊലപാതകമല്ല എന്ന തരത്തിൽ പോലും നിയമങ്ങൾ പാസാക്കിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളായിരിക്കുന്ന മേഖലകളിൽ വളരെ വലിയ രീതിയിലുള്ള ക്രൂരമായ പീഡനങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. പല രാജ്യങ്ങളും അവർക്ക് അഭയം കൊടുക്കാൻ തയ്യാറാകാതെ, ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് 1-ാമൻ രാജാവ് അവരെ കൂട്ടത്തോടെ പുറത്താക്കുന്നുണ്ട്, രാജ്യഭ്രഷ്ടരാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന്റെ അകത്തും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പല രാജ്യങ്ങളിലും യഹൂദർക്കെതിരെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അരങ്ങേറിയിട്ടും അവർക്ക് പീഡനം ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ഇന്ത്യയോട് അല്ലെങ്കിൽ ഭാരതത്തോട് വലിയ രീതിയിലുള്ള ഒരു സ്നേഹവും വലിയൊരു കടപ്പാട്. നമുക്ക് ഈ കാർഗിൽ യുദ്ധ കാലയളവിലും ഭാരതത്തിന്റെ വളരെ നിർണായകമായ പല കാലഘട്ടത്തിലും ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി അതാണ്. കാരണം ഇന്ത്യ ഒരിക്കലും യഹൂദ ജനതയെ പീഡിപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. അവർക്ക് വളരെ കംഫോർട്ടായിട്ട് ജീവിക്കുന്ന ഒരു ഇടമായിരുന്നു അല്ലെങ്കിൽ രാജ്യമായിരുന്നു ഇന്ത്യ. പിന്നീട് നമുക്കറിയാം യഹൂദർക്ക് നേരെ ഈ ഹിറ്റ്ലർ അഴിച്ചുവിട്ട വളരെ ക്രൂരമായിട്ടുള്ള 1933 മുതൽ 39 വരെയാണ് യഹൂദർ വലിയ കഠിനമായ പീഡനങ്ങളിലൂടെ അവര് കടന്നുപോയത്. ഈ കാലഘട്ടത്തിലെല്ലാം ലോകത്ത് ഒരിടത്തും യഹൂദന് ഒരു അഭയം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ യഹൂദൻ അവന്റെ നാടായ ഇസ്രായേലിലേക്ക് അവർ പലായനം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഈ പലായനത്തെ ബ്രിട്ടൻ തടയുകയാണ് ചെയ്തത്. ബ്രിട്ടനും മറ്റു രാജ്യങ്ങളൊന്നും യഹൂദന് ഒരിടവും കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് 1947 ഈ യഹൂദ ചരിത്രവും ഇസ്രായേൽ ചരിത്രവും അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ജോർജ് സൂചിപ്പിക്കേണ്ടതുണ്ട്. അമീൻ അൽ ഹുസൈനി, അദ്ദേഹം ജെറുസലേം ഗ്രാൻഡ് മുഫ്തിയാണ്. അതായത് നമ്മുടെ ഈ പ്രതിപാദിക്കുന്ന പാലസ്തീൻ ദേശത്തിന്റെ മുഫ്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കടുത്ത ജൂതവിരോധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അറബ് ഹയർ കമ്മിറ്റിയുടെയൊക്കെ അധ്യക്ഷ പദവിയിൽ അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പ്രോ നാസി കൂടിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അദ്ദേഹം ഹിറ്റ്ലറുമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർ ഒരു ഭാഗത്ത് എല്ലാ ജൂതന്മാരെയും കൊന്നൊടുക്കുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനിൽ എങ്ങനെയെങ്കിലും യഹൂദരെയും പുറത്താക്കണം. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇദ്ദേഹം ഹിറ്റ്ലറിന്റെ നാസി പട്ടാളത്തെയും പാലസ്തീനിലേക്ക് ക്ഷണിക്കുകയാണ്, അവിടുന്ന് ഇവരെ പുറത്താക്കാനുള്ള വഴികൾക്ക് വേണ്ടിയിട്ട്. അത്രയും ക്രൂരതയോടെയാണ് മുഫ്തി ജൂതന്മാരെ കണ്ടിരുന്നത്. ഈ ഹിറ്റ്ലറിന്റെ ഈ യഹൂദർക്കെതിരെയുള്ള നരനായാട്ടിന് പിന്നിലെ ഒരു ഘടകം അല്ലെങ്കിൽ ഹിറ്റ്ലറെ പ്രേരിപ്പിച്ച ഒരു ചേതവികാരം ഈ മുഫ്തിയുടെ ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന വസ്തുതയാണ്. ചരിത്രത്തിൽ മറ്റൊരു കാര്യം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ
ഹിറ്റ്ലർ ഒരിക്കലും യഹൂദന്മാരെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയും അവിടെ ക്രൂരമായ പീഡനങ്ങളിൽ പലരും മരിച്ചു വീഴുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂട്ടത്തോടെ യഹൂദനെ കൊന്നൊടുക്കാനുള്ള ഉപദേശം ഹിറ്റ്ലർക്ക് പറഞ്ഞു കൊടുത്തതും ഈ ഗ്രാൻഡ് മുഫ്തിയാണെന്നാണ് പറയുന്നത്. കാരണം 1934 ഹിറ്റ്ലർ ജർമ്മൻ പാർലമെന്റിൽ നടത്തിയ ആ ഒരു പ്രസംഗത്തിലൊന്നും യഹൂദരെ കൊന്നെടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശം ഹിറ്റ്ലർ ആ പ്രസംഗത്തിലൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഇടപെടൽ വളരെയധികം അദ്ദേഹമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെയധികം നിർണായകമായിട്ടുണ്ട്. പിന്നീട് അരുൺ സൂചിപ്പിച്ചു, നേരത്തെ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ട്, ഈ പാലസ്തീനിലേക്ക് ഈ പീഡനങ്ങൾ കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും യഹൂദർ വരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, വളരെ ഒരു സംഘർഷാവസ്ഥ, ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മധ്യപൂർവേഷ്യയിൽ ഉടലെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോർജ് 1936 ജൂത കുടിയേറ്റത്തിനെതിരെ എന്ന് പറഞ്ഞ് അറബികൾ ഒരു പൊതുമണിമുടക്ക് പലസ്തീനയിൽ നടത്തുന്നുണ്ട്. അതിനുശേഷം അവിടെ വീണ്ടും കലാപം ഉണ്ടാകുകയും ഏകദേശം 300ഓളം ജൂതന്മാർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് അറബികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടൻ വലിയ രീതിയിലുള്ള ഒരു തലവേദനയിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ പാലസ്തീൻ മേഖല, തങ്ങളുടെ കോളനിയായ തങ്ങൾ ഭരിക്കുന്ന ആ ഒരു പാലസ്തീൻ, ആ ഒരു മേഖല ബ്രിട്ടൻ ഒരു തലവേദനയായി മാറുകയാണ്. കാരണം ആ മേഖലയിലെ ഈ അറബികളും യഹൂദന്മാരും തമ്മിലുള്ള സംഘർഷാവസ്ഥ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു, ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബികളോടായിരുന്നു കൂറ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവർ ജൂതന്മാരെ അങ്ങനെ കാര്യമായിട്ട് അവർ പരിഗണിച്ചത് തന്നെയില്ല. പിന്നീട് 1947 ഈ പാലസ്തീന്റെ ഭാവി ബ്രിട്ടൻ ഐക്യരാഷ്ട്രസഭയെ ഏൽപ്പിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. അതായത് 1946 സമയത്ത്, ആ സമയത്ത് ഇസ്രായേലിന്റെ ഒരു സായുധ സംഘം ബ്രിട്ടന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നുണ്ട്. ഏകദേശം ഒരു 91 ബ്രിട്ടന്റെ ഉദ്യോഗസ്ഥർ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടി ഈ വിഷയം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടി അവർ ഈ വിഷയം UN ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് UN അവിടെ കൊണ്ടുവന്ന ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അവർ പ്രപ്പോസ് ചെയ്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു മേഖലയെ 2 രാജ്യങ്ങളാക്കാം. ഇപ്പം അറബികൾക്ക് ഈ പാലസ്തീൻ ദേശം, യഹൂദർക്ക് ഈ ഇസ്രായേൽ ദേശം. ഒപ്പം തന്നെ ഈ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശുദ്ധ നഗരമായി കാണുന്ന ജെറുസലേം, അതിനെ UN കീഴിലാക്കാം എന്നൊരു പ്രപ്പോസലാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നീട് നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറബ് രാജ്യങ്ങൾക്ക് UN മുന്നോട്ട് വെച്ച ഈ പ്രപ്പോസൽ അംഗീകരിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂത രാഷ്ട്രം അവരുടെ ഇടയിൽ വരാൻ അവർക്ക് യാതൊരു വിധത്തിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ അതിൽ മതപരമായ ചില അംശങ്ങളും കൂടിയുണ്ട്. ജൂതനെ അവർ ആ നാട്ടിൽ ഒരു ജൂതരാഷ്ട്രം അവിടെ സ്ഥാപിക്കില്ല എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിയർക്ക് അതിന് സമ്മതമായിരുന്നു. അതിന്റെ ഫലമായിട്ട് 1948 മെയ് 14 അവർ ഒരു ഇസ്രായേൽ രാഷ്ട്രം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ജൂയിഷ് സ്റ്റേറ്റ് ഈസ് ബോൺ എന്ന് പറഞ്ഞ വലിയ രീതിയിലൊരു തലക്കെട്ടൊക്കെ ആ സമയത്ത് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അതായത് ഈ വിഭജനം നടന്നത് വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നീ മേഖലകൾ. ഇനി വീണ്ടും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നീ മേഖലകളിലെല്ലാം അറബികളായിരുന്നു കൂടുതൽ. അപ്പൊ അതുകൊണ്ട് വെസ്റ്റ് ബാങ്കും ഗാസയും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗം പാലസ്തീനിന്റെ ഒരു രാഷ്ട്ര നിർമ്മിതിക്കായിട്ടും മറ്റു ഭാഗങ്ങൾ ഇസ്രായേലും ജെറുസലേം ഒഴിച്ചുള്ള മറ്റു ഭാഗങ്ങൾ ഇസ്രായേലിനും കൊടുത്തു. ഈ ഇസ്രായേലിന് കൊടുത്ത മേഖലയിൽ ഒരുപാട് അറബികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അറബികള് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്, ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് വരുന്നത് കണ്ടപ്പോൾ അവർ അവിടെ കലാപം ഉണ്ടാക്കി. അപ്പൊ ആ കലാപത്തിന്റെ ഫലമായിട്ട് കുറെ അറബികൾ തന്നെ ഇസ്രായേൽ ദേശത്ത് നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. പിന്നീട് 1948 നാം സൂചിപ്പിച്ചു 48 മെയ് 14 1948 മെയ് 14 ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ബെൻഗൂരിയോൺ നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഇസ്രായേലിന്റെ സ്വദേശത്ത് ഒരു യഹൂദ ജനം ജീവിച്ചിരുന്നു. അവർക്ക് ആത്മീയവും മതപരവും ദേശീയവുമായ അവരുടെ തനിമ അവർ കൈവരിച്ചത് ഈ ദേശത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചരിത്രപരമായും സ്വാഭാവികമായും അവർക്ക് അവകാശപ്പെട്ട അവകാശത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്രായേലിൽ ഒരു യഹൂദ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായി. അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം ഫോം ചെയ്തു. അപ്പൊ ഇസ്രായേൽ എന്ന രാജ്യം ഫോം ചെയ്യുന്നതിന് UN ചില അംഗരാഷ്ട്രങ്ങൾക്ക് മറ്റൊരു കണ്ണും കൂടി ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹോളോകോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യഹൂദര് അവരുടെ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും അവരുടെ രാജ്യത്ത് നിന്ന് പുറത്ത് ചാടിക്കാനായിട്ടുള്ള ഒരു പോംവഴിയും കൂടിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് എന്ന് പറഞ്ഞൊരു രാജ്യം നൽകി, ജൂതന് ഒരു രാഷ്ട്രം നൽകി, ആ രാഷ്ട്രത്തിലേക്ക് എല്ലാ അഭയാർത്ഥികളെയും പുറന്തള്ളുക എന്നുള്ളത്. നാം നേരത്തെ പറഞ്ഞു UN മുന്നോട്ട് വെച്ച, എന്നാൽ ഇസ്രായേൽ അംഗീകരിച്ച ഈ ഒരു പ്രപ്പോസലിനെ, ഒരു 2 നേഷൻ ആ ഒരു തിയറിയെ അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല. അതിന്റെ തൽഫലമായിട്ട് ഈ 1948 മെയ് 15 ഈ ജനിച്ചു വീണ ഇസ്രായേൽ ദേശത്തിനെതിരെ 5 അറബ് രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്, യുദ്ധം നടത്തുകയാണ്, അല്ലെ? സിറിയ, ഈജിപ്റ്റ്, ലെബനോൻ, ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധമുഖത്ത് അണിനിരക്കുന്നു. പക്ഷേ അവിടെ നാം നേരത്തെ സൂചിപ്പിച്ച ഒരു മാനുഷിക ചിന്തയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടൽ അവിടെ
അവിടെ നടക്കുന്നു. ജനിച്ചു വീണ ആ രാജ്യം ഈ 5 രാജ്യങ്ങൾക്കെതിരെ വിജയം കൈവരിക്കുന്നു. അതിനുശേഷം പിന്നീട് നടന്നത് ഈ UN ഇസ്രായേലിന് അനുവദിച്ച പ്രദേശത്തേക്കാൾ കുറെ കൂടി പ്രദേശങ്ങൾ ഇസ്രായേലിന് കൈയടക്കാൻ അല്ലെങ്കിൽ ഇസ്രായേൽ കീഴടക്കുന്നു. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾ ചെയ്ത ഒരു കാര്യമുണ്ട്. അവർക്ക് ലഭിച്ച അല്ലെങ്കിൽ UN പാലസ്തീൻ അനുവദിച്ച ആ ഒരു പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പാലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നതിന് പകരം അവർ ചെയ്തത് ഈ പ്രദേശങ്ങളെല്ലാം അവർ പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. അതെ, വെസ്റ്റ് ബാങ്ക്, ജോർദാനും ഗാസ പ്രദേശം ഈജിപ്തും കൈയടക്കി. ഈ യുദ്ധം അക്ഷരാർത്ഥത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഈ 2000-ഓളം ആയുധ പരിശീലനം സിദ്ധിച്ച സൈനികർ മാത്രമേ ആ ഒരു സമയത്ത് ഇസ്രായേലിന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ പട്ടാളക്കാരാണ് ഈ 5 രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ അണിനിരന്ന് അവരെ തോൽപ്പിച്ചത്. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ യുദ്ധത്തിന്റെ പരിണിതഫലമായിട്ട് ഏകദേശം ഒരു 7 ലക്ഷത്തോളം അറബികൾ ഇസ്രായേൽ രാജ്യത്തിന് പുറന്തള്ളപ്പെടുകയും ചെയ്തു. അവർ അവയാർത്ഥികളായിട്ട് മാറുകയും ചെയ്തു. കാരണം ഇവര് അറബ് ലീഗിനോടൊപ്പം ചേർന്ന്, അറബ് നാഷൻസിനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ തന്നെ, ആ രാജ്യത്തിനെതിരെ തന്നെ അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് അവർക്ക് ഈ നഷ്ടമുണ്ടായത്. അതിനുശേഷം ഒരു സമാധാന കരാർ ഒപ്പുവയ്ക്കുന്നുണ്ട് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ. പക്ഷെ അതിന് കാര്യമായിട്ടുള്ളൊരു ആയുസ് ഉണ്ടായിരുന്നില്ല. 1967 ഈ ഒരു 6 ഡേ വാർ വീണ്ടും ഒരു അതിനിടയ്ക്ക് 1956 സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം കൂടി നടക്കുന്നുണ്ട് ഈജിപ്തുമായിട്ട്. ആ 6 ഡേ വാറിനെ പറ്റി റോസ് ഒന്ന് പറഞ്ഞു. 1967 ഇസ്രായേൽ ഒരു അസൂയാവഹമായ വളർച്ചയാണ് ഈ ഇസ്രായേൽ ദേശത്ത് കൈവരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം വീണ്ടും ഇസ്രായേലിനെതിരെ ഒന്നിക്കുകയാണ്. അതായത് ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് എന്നീ 11 രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. ഇസ്രായേലിനെതിരെ ഒന്നിക്കുകയാണ്. അങ്ങനെയാണ് 1967 ജൂൺ 5-നാണ് ഈ യുദ്ധം നടക്കുന്നത്. 5 ലക്ഷം പടയാളികളാണ് അറബ് രാജ്യങ്ങൾക്ക് ഉള്ളത്. 5 ലക്ഷം പടയാളികളും 1000 യുദ്ധവിമാനങ്ങളുമായി ശത്രുരാജ്യങ്ങൾ, അവരുടെ സഖ്യകക്ഷികളെല്ലാം ഇസ്രായേലിനെതിരെ അണിനിരുന്നു. എന്നാൽ അവിടെ വലിയൊരു അത്ഭുതം, മുമ്പ് പറഞ്ഞ പോലെ അമാനുഷികമായ ഒരു അത്ഭുതം, ഇസ്രായേലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇസ്രായേലിന് വേണ്ടിയുള്ള ശ്മശാന ഭൂമികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാണ്, അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാണ് ലോകം ഇസ്രായേലിന്റെ പരാജയം ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അത് ഉറപ്പാക്കി കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു. അന്നേരമാണ് എല്ലാ ലോകവിധികളെയും തിരുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങള് ഈ ഈജിപ്തിന്റെ റഡാറിന്റെ കണ്ണ് വെട്ടിച്ച് താഴ്ന്നു പറന്ന് പെട്ടെന്നൊരു മിന്നലാക്രമണം നടത്തുകയാണ്. ഇത് ശത്രുക്കളായ എതിർകക്ഷികളെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവിടെ എല്ലാവരുടെയും വിധികളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇസ്രായേൽ വൻ വിജയം ഓൾറെഡി ആഹ്ലാദ പ്രകടനങ്ങളും അല്ലെങ്കിൽ അത്തരം പാർട്ടികളൊക്കെ ആരംഭിച്ചിരുന്നു ഈജിപ്തും അറബ് രാജ്യങ്ങളൊക്കെ. അതായത് സീനായിലാണ് ഈജിപ്തിന്റെ പട്ടാളം തമ്പടിച്ചിരുന്നത്. അപ്പോൾ സീനായിലോട്ടായിരിക്കും ഇസ്രായേലിന്റെ ആക്രമണം എന്നാണ് അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ആ സമയത്താണ് ഇസ്രായേൽ ഈ രീതിയിലുള്ള ഒരു ആക്രമണം സംഘടിപ്പിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ദൈവിക ഇടപെടലായിട്ട് ഇസ്രായേൽക്കാർ പറയുന്നത്, ജോർദാന്റെ റഡാറുകൾ ഇസ്രായേലിന്റെ വിമാനങ്ങളെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അവർ ഈജിപ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് ഈജിപ്ത് തൊട്ട് മുമ്പ് തന്നെ അവിടെ കോഡിംഗ് ഫ്രീക്വൻസി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ജോർദാനെ അറിയിക്കാൻ അവർ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിക്കേഷൻ ഈജിപ്തിലോട്ട് എത്തിയില്ല. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പിന്നീട് ആ യുദ്ധത്തിന്റെ ഒരു പരിണിത ഫലം കൂടി നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. സീനായ് ഉപദ്വീപ്, ഗോലാൻ കുന്നുകള്, ഗാസ മുനമ്പ്, ഇത് സൂയസ് കനാല്, ഇതൊക്കെ വെസ്റ്റ് ബാങ്ക് ഇത്രയും ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ്. ജെറുസലേം, ഈസ്റ്റ് ജെറുസലേം, ഒപ്പം വിലാപമതിൽ, ഇതൊക്കെ ഇസ്രായേലിന്റെ ഒരു ഹൃദയവികാരമായിരുന്നു. ഈ ജെറുസലേമും വിലാപമതിലും ഒക്കെ അതൊക്കെ ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ്. ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയേക്കാൾ 3 ഇരട്ടി സ്ഥലം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതിൽ ചില ഏരിയകൾ പിന്നീട് ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എല്ലാ ആക്രമണങ്ങളൊന്നും നടത്തിയത്, എല്ലാ ആക്രമണങ്ങളും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളായിരുന്നു. അവരുടെ ഉള്ളിലുള്ള ഒരു വെറുപ്പും വിദ്വേഷവുമാണ് ഇസ്രായേലിനെതിരെ അവർ ഉപയോഗിച്ചത്. പലപ്പോഴും ഇസ്രായേലെല്ലാം കൈയടക്കി എന്ന് പറയുന്നവർ പറയാത്തൊരു കാര്യമുണ്ട്. ഈ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറബ് രാജ്യങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക, കൈയടക്കലല്ല, ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് എല്ലാ ജൂതന്മാരെയും കൊന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആരും പുറത്തേക്ക് പറയുന്നില്ല. പകരം നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ സംഭവിച്ചതോ അത് തന്നെയാണ്. ഇസ്രായേൽ ആഗ്രഹിച്ചതോ തുടങ്ങി വെച്ചതോ അല്ല ഇപ്പോൾ നടക്കുന്ന യുദ്ധം. അവരെ ആക്രമിച്ചു, അവര് പ്രത്യാക്രമിക്കുന്നു. ഒരു യുദ്ധം കൂടി നാം പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നടന്ന 1973 യോം കിപ്പൂർ യുദ്ധം അല്ലെ. അതും ഈ പറഞ്ഞതുപോലെ ഈ ഹമാസ് ഭീകരർ ഈ ഒക്ടോബർ 7-ാം തീയതി നടത്തിയ ആക്രമണത്തിന് സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു ഈജിപ്തും സിറിയയും വളരെ അപ്രതീക്ഷിതമായിട്ട് ഇസ്രായേലിനെതിരെ ആക്രമിച്ചത്. ഇസ്രായേൽ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തുടക്കത്തിൽ ആ യുദ്ധത്തിൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് അവർക്ക് നിലനിർത്താനായില്ല. ഇസ്രായേൽ ആ യുദ്ധത്തിലും
വിജയിക്കുന്നുണ്ട്. അതിന്റെ ഒരു വാർഷിക ദിനമായിരുന്നു ഈ ഒക്ടോബർ 7-ാം തീയതിയിലത്തെ ആ ഒരു സമയം. അപ്പോൾ കൃത്യമായിട്ട് ഈ യോം കിപ്പൂർ യുദ്ധവും ഒപ്പം തന്നെ ഈ ഹമാസ് ഭീകരർ നടത്തിയ ആ ഒരു ആക്രമണവും ഒരു കോയിൻസിഡൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്ന് നടന്നതും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം, ഈ ഒക്ടോബർ 7-ാം തീയതി നടന്നതും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം. അപ്പോൾ അരുൺ പറഞ്ഞതിന്റെ ഒരു നട്ഷല് ഇതാണ്. ഈ പറയുന്ന യുദ്ധങ്ങളൊക്കെ, അതായത് ഈ ആധുനിക കാലഘട്ടത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം രൂപം കൊണ്ടതിന് ശേഷം നടന്ന യുദ്ധം ഒന്നും ഇസ്രായേൽ ആരംഭിച്ച യുദ്ധമല്ല. മുൻ പ്രധാനമന്ത്രി ഗോൾഡ മേയർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അറബികൾ ആയുധങ്ങൾ താഴെ വെച്ചാൽ യുദ്ധം ഇല്ലാതാകും, പക്ഷെ ഇസ്രായേലിയർ ആയുധങ്ങൾ താഴെ വെച്ചാൽ ഇസ്രായേൽ ഇല്ലാതാകും. ഈ യുദ്ധത്തിനൊക്കെ ശേഷം ഈ യോം കിപ്പൂർ യുദ്ധം, അത് ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് ഈ യുദ്ധത്തിലൊരു സമാധാന സന്ധിയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനുശേഷം ചെറുതും വലുതുമായിട്ടുള്ള വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ആ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ചയുടെ ഈ എപ്പിസോഡിന്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചരിത്രം ഇവിടം വരെ പറഞ്ഞത് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ട്. അതായത് ഒറ്റ വാക്കേ ഉള്ളൂ, അതായത് അറബികളുടെയും പാലസ്തീനികളുടെയും കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരുടെ സ്ഥലങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടത്. 1948 ആ UN പ്രപ്പോസൽ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് സമാധാനത്തോടു കൂടി ജീവിക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് ഈ രാജ്യങ്ങൾ ഇസ്രായേലും പാലസ്തീനും മാറിയേനെ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അറബികൾ ജൂത വിരോധം മൂലം അവർ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ പാലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല 1948 ആ യുദ്ധത്തിന് ശേഷം ഈ പാലസ്തീന്റെ പ്രദേശങ്ങൾ അവർ വിഭജിച്ചെടുക്കുകയാണ് ചെയ്തത്. 67 വരെ ആർക്കും പരാതിയില്ല, പാലസ്തീൻ രാഷ്ട്രത്തെ കുറിച്ച് ആർക്കും പരാതിയില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ പാലസ്തീൻ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പേരിട്ട് പല മൂവ്മെന്റ്സും ശക്തി പ്രാപിക്കുന്നത്. നമുക്കിനി പാലസ്തീന്റെ നിലവിലെ ഒരു രാഷ്ട്രീയ ചിത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം ഈ PLO ഹമാസ് അല്ലെ, ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ, ഈ ഹമാസ് ഒരു ഭീകര സംഘടനയാണ്, PLO ഈ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഒരു അധികാര കേന്ദ്രമാണ്. അതിന്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്കിനി ചർച്ച ചെയ്യും. ജോർജ്, പാലസ്തീന്റെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് പല പേരുകളും നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് PLO ആണ്, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, പാലസ്തീൻ വിമോചന മുന്നണി. യാസർ അറാഫത്താണ് ആ മുന്നണിക്ക് രൂപം കൊടുക്കുന്നത്. 1956 ഫത്ത രൂപീകരിച്ചതോടുകൂടിയാണ് യാസർ അറാഫത്ത് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 6 ഡേ വാറിന് ശേഷം വെസ്റ്റ് ബാങ്കും ഗാസയൊക്കെ ഇസ്രായേലിന്റെ കീഴിലായപ്പോൾ ആ പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എന്ന പേരിൽ അദ്ദേഹം സായുധ പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ്. പാലസ്തീൻ വിമോചന മുന്നണിയുടെ ആദ്യകാലത്തെ ലക്ഷ്യങ്ങൾ ഇസ്രായേലിന്റെ ഉന്മൂലനം തന്നെയായിരുന്നു. ഇസ്രായേലിനെ നശിപ്പിച്ച് പാലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകുക എന്ന് തന്നെയായിരുന്നു PLOയുടെയും ആദ്യകാല ലക്ഷ്യങ്ങളിലൊന്ന്. അങ്ങനെ അവര് സായുധ പോരാട്ടങ്ങൾ ഇസ്രായേലിനെതിരെ നടത്താൻ തുടങ്ങി. 1969 യാസർ അറാഫത്ത് PLOയുടെ ചെയർമാനാകുന്നു. അപ്പോൾ പശ്ചിമേഷ്യ രാജ്യങ്ങൾ PLOയെ ഒരു പാലസ്തീന്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിക്കുകയാണ്. അപ്പൊ ആ പശ്ചിമേഷ്യക്ക് പുറത്ത് ആദ്യമായിട്ട് PLOയെ അംഗീകരിക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യ തന്നെയാണ്. അങ്ങനെ PLO ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നേറുന്നു. പിന്നീട് 1980കൾക്കൊക്കെ ശേഷം ആ സമയത്താണ് ഹമാസ് ഒക്കെ വരുന്നത്. 87 ഹമാസ് അതിന്റെ പൂർണ്ണ രൂപത്തിലോട്ട് വരുന്നത്. അതിനുമുമ്പ് അവരൊരു ചാരിറ്റി പ്രസ്ഥാനം പോലെ പ്രവർത്തിച്ചിരുന്നു ഏകദേശം 15 വർഷത്തോളം. അഹമ്മദ് യാസിനായിരുന്നു ഹമാസിന്റെ ഒരു രൂപവൽക്കരണത്തിന് പിന്നിലെ. അപ്പോൾ ഈ ഹമാസും PLOയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PLO ശരിക്കും ഒരു പാലസ്തീനിയൻ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ഹമാസ് ഒരു മത രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. ഇതായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ രണ്ടുപേരുടെയും ലക്ഷ്യം ഇതായിരുന്നു, ഇസ്രായേലിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കി അവിടെ ഒരു പാലസ്തീനിയൻ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഹമാസിന്റെ ഒരു രൂപവൽക്കരണം, പ്രത്യേകിച്ച് ഈ ഹമാസ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരു 3-4 വാക്കുകളുടെ ഒരു ഷോർട്ട് ഫോം ആണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. അതായത് ഈ ഹമാസ് എന്ന് പറയുന്ന ഹർക്കത്ത് അൽ മുഖാമ അൽ ഇസ്ലാമിയ എന്നതാണ് ഈ വാക്കുകൾ. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇസ്ലാമിക് റെസിസ്റ്റന്റ് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അഹമ്മദ് യാസിമാണ് ഇത് രൂപവൽക്കരിക്കുന്നത്. അദ്ദേഹം ഒരു ഇമാമാണ്, ഒരു ക്ലറിക്കാണ്, ഇസ്ലാമിക് ക്ലറിക്കാണ്. അദ്ദേഹം ഈ 1906 ഡേ വാറിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ ലേറ്റ് 60s ഈ വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഈ ഇസ്രായേൽ തന്നെ അദ്ദേഹത്തിന്റെ ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്, മുജ്മ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഇസ്രായേൽ പോലും റെക്കഗ്നേഷൻ കൊടുത്തിരുന്നു. അവരാണ് ഗാസയിൽ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥാപിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ വ്യക്തിയെ, അഹമ്മദ് യാസിമിനെ, ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട് 1984. അതായത് ഒരു മോസ്കിനുള്ളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചതിന്റെ പേരിൽ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇസ്രായേൽ അദ്ദേഹത്തെ വിട്ടയക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹമാസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഈ ഹമാസ് രൂപവൽക്കരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. അതായത് ഈ മുസ്ലിം ബ്രദർഹുഡ്, ഇസ്ലാമിക മേഖലയിൽ ശക്തി പ്രാപിച്ച ഒരു സംഘടന, മുസ്ലിം ബ്രദർഹുഡ്. അപ്പോൾ ഈ 1987 ആ കാലഘട്ടത്തിലൊക്കെ ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്
ജിഹാദ് മൂവ്മെന്റ് അവര് ഈ ഇസ്രായേലിനെതിരെയുള്ള വികാരം മുതലെടുത്ത് ജനങ്ങളുടെ പിന്തുണ കൂടുതൽ ആർജിക്കുവാൻ ആ ഒരു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റിന് സാധിച്ചു. അപ്പോൾ ഈ മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് അവിടുത്തെ ആൾക്കാരുടെ പിന്തുണ അവർക്ക് പയ്യെ നഷ്ടപ്പെട്ടു പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഈ പറയുന്ന വ്യക്തി യാസിം ഈ ഹമാസിനെ അവിടെ സ്ഥാപിക്കുന്നത്. പിന്നീട് അവര് ഈ ഹമാസ് സംഘടന അവരുടെ ഒരു ചാർട്ടർ അവര് രൂപവൽക്കരിക്കുന്നുണ്ട്. അതായത് അവരുടെ ഒരു ഭരണഘടന അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ചാർട്ടർ അവർ രൂപവൽക്കരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ആ ഒരു കാലഘട്ടത്തിലാണ് 1987 കാലഘട്ടത്തിന് ആദ്യത്തെ ഒരു വിപ്ലവം, ഇസ്രായേലിനെതിരെയുള്ള ഇൻഡിഫാദെ എന്ന് പറയുന്ന ഒരു വിപ്ലവം ഒക്കെ ആ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞു, ഈ PLOയും ഹമാസും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ PLO കുറെ കൂടി മതേതര കാഴ്ചപ്പാടുള്ള സെക്യുലർ കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ് അവർ വാദിച്ചത്. ഹമാസ് പറയുന്നത് UN കണക്ക് പ്രകാരമുള്ള ഒരു പാലസ്തീൻ രാജ്യമല്ല, ഇസ്രായേലും എല്ലാം ഉൾപ്പെടുന്ന പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു വിശാലമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ചും അതിനുശേഷം ഇസ്ലാമിക കാലിഫേറ്റ്, അതായത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാകുന്ന ഒരു കാലിഫേറ്റിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ തന്നെ ഒരു കമാൻഡർ പറയുന്ന വാക്കുകളുണ്ട്. മുഹമ്മദ് അൽ സഹറാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, അതായത് ഒരു ചതിയന്മാരായ ക്രൈസ്തവരും സയനിസ്റ്റുകളും, അതായത് ജൂതന്മാരും ഇല്ലാത്ത ഒരു ലോകക്രമം, ആ ലോകക്രമത്തിന് വേണ്ടിയിട്ടാണ് ഹമാസ് പ്രവർത്തിക്കുന്നതെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലക്ഷ്യമിടുന്നത് ഇവിടെയുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കൃത്യമായിട്ട് അറിയാം. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഹമാസ് അവരുടെ ഒരു ചാർട്ടർ ഉണ്ട്. അവർ 1988 അവർ രൂപവൽക്കരിച്ച ഒരു ചാർട്ടർ ഉണ്ട്. അതിന്റെ ചില പ്രസക്തമായ 36ഓളം ആർട്ടിക്കിൾസ് ആണ് അതിൻ്റെ അകത്ത് അവർ പറയുന്നത്. എന്താണ് അവരുടെ ലക്ഷ്യം, ഏത് തരത്തിലുള്ള ഒരു മോഡസ് ഓഫ് ഒപ്പറാൻഡിയാണ് അവർ ലക്ഷ്യമിടുന്നതെന്ന്. അതായത് ആർട്ടിക്കിൾ 8 അവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അള്ളാഹ് ഈസ് ഇറ്റ്സ് ടാർഗറ്റ്, ദ പ്രോഫറ്റ് ഈസ് ഇറ്റ്സ് മോഡൽ, ദ ഖുറാൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജിഹാദ് ആസ് ഇറ്റ്സ് പാത്ത് ആൻഡ് ഡെത്ത് ഫോർ ദി സേക്ക് ഓഫ് അള്ളാഹ് ഈസ് ദി ലോഫ്റ്റിയസ്റ്റ് ഓഫ് ഇറ്റ്സ് വിഷസ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഖുറാനാണ് അവരുടെ ഭരണഘടന, ജിഹാദാണ് അവരുടെ മാർഗം, അള്ളാഹ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ് അവരുടെ അദമ്യമായ ആഗ്രഹം. ഒപ്പം ആർട്ടിക്കിൾ 13 വീണ്ടും പറയുന്നുണ്ട്, ഇനിഷ്യേറ്റീവ്സ് ആൻഡ് സോ കോൾഡ് പീസ്ഫുൾ സൊല്യൂഷൻസ് ആൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസസ് ആർ ഇൻ കോൺട്രഡിക്ഷൻസ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ്, അബ്യൂസിംഗ് എനി പാർട്ട് ഓഫ് പാലസ്തീൻ ഈസ് അബ്യൂസ് ഡയറക്റ്റ്. അതായത് അവർക്ക് ഒരിക്കലും ഒരു സമാധാനപരമായിട്ടുള്ള മാർഗത്തിലൂടെയുള്ള ഒരു പീസ് സെറ്റിൽമെന്റ്സും ഇവർ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ അരുൺ സൂചിപ്പിച്ചു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഡയലോഗ്സിനോ അല്ലെങ്കിൽ ഡിസ്കഷനോ ഇവർക്ക് താല്പര്യമില്ല. അതായത് പാലസ്തീൻ ജനതയുടെ നന്മയല്ല, അതല്ലെങ്കിൽ ഗാസയിലുള്ള ജനങ്ങളുടെ നന്മയല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക ലോകക്രമമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഫണ്ടിങ്ങിനുള്ള ഒരു ഇരകൾ മാത്രമാണ് ഈ ഗാസയിലുള്ള ജനങ്ങൾ. അപ്പൊ അവരുടെ ആർട്ടിക്കിളിൽ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇറ്റ് ഈസ് നെസസറി ടു ഇൻസ്റ്റിൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് മുസ്ലിം ജനറേഷൻസ് ദാറ്റ് ദി പാലസ്തീനിയൻ പ്രോബ്ലം ഈസ് എ റിലീജിയസ് പ്രോബ്ലം ആൻഡ് ഷുഡ് ബി ഡീൽഡ് വിത്ത് ഓൺ ദി ബേസിസ് പാലസ്തീൻ കണ്ടെയ്ൻസ് ഇസ്ലാമിക് ഹോളി സൈറ്റ്സ്. അതായത് ഈ പാലസ്തീൻ പ്രോബ്ലം കേരളത്തിലുള്ള പലരും പറയുന്നത് പോലെ ഒരു ലാൻഡിന്റെയോ അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഒരു വിഷയമല്ല അത് അവർ കൃത്യമായി തന്നെ അവരുടെ ചാർട്ടറിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ചാർട്ടറിൽ അത് കൃത്യമായി നെറ്റിൽ അവൈലബിൾ ആണ്. ചാർട്ടർ എന്ന് പറഞ്ഞ് ഹമാസ് ചാർട്ടർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കൃത്യമായി അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ നമുക്ക് കിട്ടും. അതായത് പാലസ്തീൻ പ്രോബ്ലം അതൊരു റിലീജിയസ് പ്രോബ്ലം ആണെന്ന് കൃത്യമായിട്ട് തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ പ്രോബ്ലം പരിഹരിക്കാനുള്ള സൊല്യൂഷൻ ആയിട്ട് അതിലേക്കുള്ള മാർഗമായി അവർ സ്വീകരിക്കുന്ന ജിഹാദാണെന്ന് കൃത്യമായിട്ട് ഹമാസ് അത് ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. ഈ പാലസ്തീനിയൻ വിഷയത്തിന്റെ പുകമറയിൽ ലോകമെങ്ങും ഒരു ഇസ്ലാമിക കാലിഫേറ്റ് സ്ഥാപിക്കുക, അത് തന്നെയാണ് ഹമാസിന്റെ ലക്ഷ്യം. അത് തന്നെയാണ് കേരളത്തിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ലക്ഷ്യമെന്ന് അവർ പറയാതെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജോർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ PLOയുമായിട്ടാണ് നമ്മുടെ ലോക രാജ്യങ്ങൾക്ക് ബന്ധമുള്ളത്. PLO ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് ഏരിയയിൽ മാത്രമാണ്. അതായത് യാസർ അറാഫത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കടന്നു വരികയും അറബ് രാജ്യങ്ങൾ അദ്ദേഹത്തെ പതുക്കെ തഴഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം സദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തു. അതിനാൽ തന്നെ പലപ്പോഴും അറബ് രാജ്യങ്ങൾ അദ്ദേഹത്തെ പിന്തള്ളി. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഈ സമാധാന ഉടമ്പടി ഓസ്ലോ അക്കോർഡ് നോർവേയിൽ വെച്ച് സംഭവിച്ച ഓസ്ലോ അക്കോർഡ് പ്രകാരം 1988 തന്നെ അദ്ദേഹം ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിരുന്നു. PLO ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചു. ഓസ്ലോ അക്കോർഡ് പ്രകാരം രണ്ടുപേരും, അതായത് PLOയെ ഇസ്രായേലിനെ PLOയും അംഗീകരിച്ച് ഒരു പാലസ്തീൻ അതോറിറ്റി എന്ന പേരിൽ ഒരു സംവിധാനം, അതായത് ഒരു രാജ്യത്തിന് തുല്യമായുള്ള ഒരു സംവിധാനം, അതായത് പരിമിതമായ ഒരു സ്വയംഭരണ അവകാശത്തോടു കൂടിയുള്ള ഒരു രാജ്യമായിട്ട് തന്നെ പാലസ്തീനെ ഉയർത്തുന്നു. പിന്നീട് 2000 ആകുമ്പോഴേക്കും ഒരു പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം രൂപവൽക്കരിക്കുന്നു. ഇതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്ലാൻ വന്നതോടുകൂടി ഹമാസ്
കൂടുതൽ തീവ്രമാവുകയാണ് ചെയ്തത്. അവര് സ്ഥിരമായിട്ട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നവര് കൂടുതൽ അവരുടെ ആക്രമണങ്ങളെ ശക്തിപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഹമാസിന് കൃത്യമായ ഫണ്ടിങ് ഒഴുകിയെത്തി. അങ്ങനെ 2004, അതായത് യാസർ അറാഫത്ത് 2004 മരിക്കുന്നത്. 2004 പ്രാദേശിക ഇലക്ഷനിൽ ഹമാസ് പലസ്തീനിലെ മത്സരിക്കുന്നുണ്ട്. അതിനുശേഷം 2006 ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിലേക്ക് നടന്ന ഇലക്ഷനിൽ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഹമാസ് അവിടെ ഭരണത്തിലേക്ക് വരികയാണ്. പക്ഷെ ഈ ഭരണം ഹമാസ് ഭരണത്തിലേക്ക് വരുന്നു എന്ന് കണ്ടതോടുകൂടി ഫത്ത വീണ്ടും അതിനെ ഒപ്പോസ് ചെയ്തു. ലോകരാജ്യങ്ങളും ഹമാസിനെ പോലെയുള്ള, അതായത് ഹമാസ് ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് ഓൾറെഡി പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവർ പലസ്തീന്റെ അധികാരത്തിലേക്ക് വരുന്നതിനെ ലോകരാജ്യങ്ങളും ഭയപ്പെട്ടു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഹമാസിന് അധികാരം ലഭിക്കുന്നില്ല. ഫത്ത തന്നെ വെസ്റ്റ് ബാങ്ക് ഏരിയകളെ ഭരണം തുടർന്നു. ഹമാസ് ഗാസ ഏരിയ അവരുടെ കൈപ്പിടിയിലാക്കി. ഗാസയിലെ അവരുടേതായ ഒരു സ്വതന്ത്രമായ ഒരു ഭരണം തുടങ്ങി. ഈ ഭരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവിടെ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഇലക്ഷനും മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പാലസ്തീൻ ഉള്ളത്. അതായത് ഒരു ഭാഗം വെസ്റ്റ് ബാങ്ക് ലോകമെല്ലാം ലോകത്തെ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള PLO, പലസ്തീൻ അതോറിറ്റി, ഇന്ത്യ ഉൾപ്പെടെ. മറ്റൊരു ഭാഗം ഗാസ സ്ട്രിപ്പ്. ഈ ഗാസ സ്ട്രിപ്പ് ഭീകരവാദികളായ ഹമാസ് കൈയടക്കി വെച്ചിരിക്കുന്നു. അതിനു മുമ്പ് ഒരു പോയിന്റ് കൂടിയുണ്ട്. ഈ 2005 കാലഘട്ടത്തിൽ ഇസ്രായേൽ സേന ഗാസയിൽ നിന്നും പിൻവാങ്ങുന്നുണ്ട് അല്ലെ? അതെ, അത് വളരെ നിർണായകമായിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ്. 2007 ശേഷമാണ് ഹമാസ് അവിടെ 2007 ഹമാസ് അവിടെ ആദേശം അവരുടെ കൈപ്പിടിയിലാക്കുന്നത്. ഈ 2007 അരുൺ പറഞ്ഞതുപോലെ ഹമാസ് ഗാസയിൽ അധികാരം ഏൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ ഈ പറയുന്ന PLO തുടരുന്നു. ആ PLOനെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ പല രീതിയിലും ഈ ഗാസയിൽ നിന്നും ഈ ഹമാസ് ഭീകരരും ഒപ്പം തന്നെ ഈ ഹമാസിന്റെ ഉപസംഘടനകൾ അല്ലെങ്കിൽ ഹമാസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോലുള്ള പല സംഘടനകളും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇനി ഈ ഹമാസ് ഈ ഗാസയിലേക്ക് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ നടത്തിയ ചില ക്രൂരതകളുണ്ട്. ഈ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ, ടർക്കി പോലുള്ള രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടിങ് ഈ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് എന്ന പേരിൽ വലിയ രീതിയിലുള്ള ഫണ്ടിങ് എത്തുന്നുണ്ട്. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് എത്തുന്നത് ഈ ഹമാസ് നേതാക്കളുടെ പോക്കറ്റിലാണ്. ഈ ഹമാസിന്റെ അവരുടെ ഒരു മിലിറ്ററി വിങ് ഉണ്ട്, അൽ ഖാസിം എന്ന് പറയുന്ന ബ്രിഗേഡ്. അതാണ് അവരുടെ മിലിറ്ററി വിങ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അവർക്കൊരു പൊളിറ്റ് ബ്യൂറോ ഉണ്ട്. ആ പൊളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ പുറം രാജ്യങ്ങളിൽ നിന്നാണ്. ഒപ്പം തന്നെ അവരുടെ ഒരു ഷൂറ കൗൺസിൽ ഉണ്ട്. അവരാണ് ഈ പൊളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിനെ ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അവരാരാണ്, അവരുടെ മെമ്പർഷിപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരമൊന്നും ലഭ്യമായിട്ടില്ല. പിന്നീട് ഇവരുടെ കീഴിലാണ് ഒരു ഡമ്മി ഗവൺമെന്റ് ഹമാസ് അവിടെ ഭരിക്കുന്നത്. ഈ 2007 ഹമാസ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പ്രധാനമായിട്ടും ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ശരീഅത്ത് നിയമം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ ആരംഭിച്ചു. താലിബനൈസേഷൻ ആരംഭിച്ചു. സ്ത്രീകളുടെ ഫ്രീഡം അതിനെ കർട്ടൈൽ ചെയ്യുന്ന, അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഈ അവരുടെ പ്രധാനപ്പെട്ട അവർ നടത്തിയ ചില ക്രൂരമായിട്ടുള്ള ചില നീക്കങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ അവർക്ക് ഈ മ്യൂസിക് ഷോപ്സ്, ഇന്റർനെറ്റ് കഫേ, അത്തരം കാര്യങ്ങളൊന്നും, അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്താണോ ചെയ്തത് അത് തന്നെ. അതെ. ഒപ്പം ഈ 2009 അവർ ഒരു നിയമം പാസ്സാക്കി. അതായത് സ്ത്രീകൾ പുരുഷന്മാരുടെ പിന്നിലിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്യാൻ പാടില്ല, സ്ത്രീകൾക്ക് അവിടെ ഡാൻസ് കളിക്കാൻ പാടില്ല, അത്തരത്തിലുള്ളൊരു കാര്യം. അതായത് പ്രാകൃതമായ ഒരുപാട് നിയമങ്ങൾ. അതെ. പിന്നീട് 2013 ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നടന്നു. UNRWA, അതായത് UN ഒരു ഏജൻസി അവിടെ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട് ഗാസയിൽ. അത് ഹമാസ് തീവ്രവാദികളുടെ ഇടപെടൽ മൂലം അവിടെ തടസ്സപ്പെടേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ആ മാരത്തോണിൽ സ്ത്രീകൾക്കും ഓടേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു നിയമ സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം ഹമാസ് അവിടെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. അവിടെയുള്ള മ്യൂസിക് ഷോപ്സ്, അവിടെയുള്ള ഇന്റർനെറ്റ് കഫേ, അവിടെയൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഹമാസ് തീവ്രവാദികൾ നടത്തുന്നു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ UN നടത്തുന്ന ചില സമ്മർ ക്യാമ്പ്സ് ഒക്കെ ഉണ്ട് ഈ ഗാസയിലെ പാവപ്പെട്ട കുട്ടികൾക്കായിട്ട്. അത്തരം സമ്മർ ക്യാമ്പ്സ് ഒക്കെ നടക്കുമ്പോൾ ഈ തീവ്രവാദികൾ അവിടെ ഇരച്ചു കയറി അവിടെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും ഒരു തരത്തിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മനോഭാവം ഹമാസ് തീവ്രവാദികളുടെ ഭാഗത്തുനിന്ന്, സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരെ കണക്കാക്കുന്ന ഒരു വിവേചനം. അതെ, തീർച്ചയായും. പിന്നീട് ഈ 2009 മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഈ അസ്മ അൽ ഖുൽ എന്ന് പറയുന്ന ഒരു പാലസ്തീനിയൻ ഒരു മാധ്യമ പ്രവർത്തക
പ്രവർത്തക, ആ പാലസ്തീൻ മാധ്യമ പ്രവർത്തകയെ ഈ ഹമാസ് തീവ്രവാദികൾ പിടികൂടി ഭീഷണിപ്പെടുത്തുന്നത്. അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഈ ഗാസ ബീച്ചുണ്ട്, ഈ ഗാസ ബീച്ചിൽ ആ പെൺകുട്ടി നീന്തുന്ന സമയത്ത് ഹിജാബ് ധരിച്ചില്ല എന്നുള്ളൊരു കുറ്റം ആരോപിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ആ നീന്തുന്ന സമയത്ത് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയാൻ കാരണം എത്രത്തോളം മനുഷ്യാവകാശങ്ങളെ ഹമാസ് അവിടെ അടിച്ചമർത്തുന്നു, ഗാസയിൽ അടിച്ചമർത്തുന്നു. ഈ പലരും ഹമാസിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഹമാസ് സാധാരണക്കാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന മിഥ്യാധാരണയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ ആ ധാരണ ഉണ്ടെങ്കിൽ തന്നെയും അത് മറച്ചു വെച്ചുകൊണ്ടാണ് പലരും ഹമാസിനെ അവിടെ വെള്ളപൂശുന്നത് അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള മനുഷ്യാവകാശങ്ങളെ പോലും ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവിടുന്ന് കേട്ടത്, ഈ പുരുഷന്മാർക്ക് ഹെയറിൽ ജെല്ല് തേക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുരുഷന്മാർ ഈ ഷർട്ടില്ലാതെ ഈ നീന്താൻ പറ്റത്തില്ല, അങ്ങനെ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു താലിബനൈസേഷൻ അല്ലെ. അതെ. ഒപ്പം തന്നെ ഈ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഈ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള പാലസ്തീനിയൻ നാടോടി കഥകളുടെ സമാഹാരമായിട്ടുള്ളൊരു ബുക്കൊക്കെ ഉണ്ട്, അത് അവരവിടെ നിരോധിക്കുന്നു. അപ്പം ലിറ്ററേച്ചർ, ബുക്സ്, മ്യൂസിക്, ഡാൻസ്, ഒപ്പം തന്നെ ഈ അവിടെ ഫേമസ് ആയിട്ടുള്ള ഗാസയിൽ ഫേമസ് ആയിട്ടുള്ള പാർക്കാണ് ക്രേസി വാട്ടർ പാർക്ക്, അതൊക്കെ ഇവർ വന്ന് തകർക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തകർക്കുമ്പോൾ ഹമാസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഹമാസ് ഭരണാധികാരികൾ പറയുന്നു അതിന്റെ കുറ്റവാളികളെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇത്തരത്തിലുള്ള ഏത് കാര്യം നടന്നാലും അവർ സെയിം ഡയലോഗ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതേവരെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരുടെ ഒത്താശയോടെ അല്ലെങ്കിൽ ഇവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് അതിനു വേണ്ടി തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു മിനിസ്ട്രി ഒക്കെ ഹമാസ് ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഈ അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് 2007 ആ കാലഘട്ടത്തിൽ ഏകദേശം 3000-ഓളം ക്രിസ്ത്യാനികളാണ് ഗാസയിൽ ഉണ്ടായിരുന്നത്. 2011 സെൻസസ് അനുസരിച്ച് അത് 1400 കുറഞ്ഞു. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ കൺവേർഷൻസ്, മതപരിവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായിട്ടുള്ള അവശേഷിപ്പുകൾ അതെല്ലാം തച്ചുടയ്ക്കാനുള്ള വലിയൊരു ശ്രമം. ഒപ്പം ഈ 2007 അവിടെ ഗാസയിലുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പ് ഉണ്ട്, ടീച്ചേഴ്സ് ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഷോപ്പ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട മേൽനോട്ടക്കാരൻ റമി അയേദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്, എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ അവർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ അവശേഷിപ്പ് ഇല്ലാതാക്കുന്നു. ചില പള്ളികൾ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം കാരണം ഒരു പള്ളിയുടെ ഒരു ഭിത്തിയൊക്കെ തകർന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതെന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായി നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ നാം പറഞ്ഞതാണ്. കാരണം ഇവർ ഈ ഹമാസ് തീവ്രവാദികൾ ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് സ്കൂളുകളുടെ അടുത്ത്, മോസ്കുകളുടെ അടുത്ത്, ആശുപത്രിയുടെ അടുത്തൊക്കെയാണ്. അപ്പോൾ അവർ കൃത്യമായിട്ടും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരെ കൊന്നൊടുക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിൽ ആക്രമണം നടത്തുമ്പോൾ, തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അതിൽ ഇരകളാക്കപ്പെടേണ്ടത് സാധാരണക്കാരാണ്, അതിന്റെ പേരിൽ ഇരവാദം മുഴുക്കുക. അതാണ് അവർ കൃത്യമായിട്ട് ലക്ഷ്യമിടുന്നത്. അത് ഹമാസിന്റെ ഒരു നാളുകളായിട്ടുള്ള ഒരു പ്ലാനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്ത് ലഭിക്കണം. അത് അവർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടിങ് ഉണ്ട്. ഈ ഫണ്ടിങ് അവർ ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവർ ഈ ഗാസയിലുള്ള ജനങ്ങളെ ഇരകളാക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ ഗാസയിലുള്ള ജനങ്ങളെ കാണുന്നത് അവർക്ക് പണം സമ്പാദിക്കാനുള്ള, അവർക്ക് ഇസ്ലാമിക് കാലിഫേറ്റ് സ്ഥാപിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഇരകൾ മാത്രമായിട്ടാണ് ഈ ജനങ്ങളെയാണ് അവർ മനുഷ്യകവചങ്ങളാക്കുന്നു, കൊച്ചുകുട്ടികളെ മനുഷ്യകവചങ്ങളാക്കുന്നു. പല വീഡിയോകളും പല ഫോട്ടോകളും നമുക്ക് ഫാക്ട് ചെക്കിലൂടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇതെല്ലാം പ്രീ ഷൂട്ടഡ് ആണ്. അതായത് യുദ്ധഭൂമിയിൽ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പല ചിത്രങ്ങളും ഇവരുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഫണ്ടിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത്രയധികം മിസൈലുകൾ ഇവർ വിട്ടു, ഇത്രയധികം ആയുധ സംവിധാനങ്ങൾ ഇവർക്കുണ്ട്. ഇവർ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ധനമില്ല, വെള്ളമില്ല, കറണ്ട് ഇല്ല എന്നെല്ലാം ഗാസയിലെ ജനങ്ങൾ പരിവേദനപ്പെടുന്നത്. കാരണം ഇസ്രായേലാണ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. ഇവർക്ക് ഉണ്ടാക്കാമായിരുന്നു. ഇവർക്ക് ഇത്രയധികം ഫണ്ടുകൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഫണ്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ടർക്കി. അതെ. ഈ ഫണ്ടുകൾ ഒന്നും തന്നെ ഇവർ അവിടുത്തെ ജനത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത്. ഇവരുടെ മറ്റു മതപരമായ ഒരു സുപ്രധാനമായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഉപയോഗിച്ചത്. അത് വളരെ കറക്റ്റാണ്. കാരണം 2007 മുതൽ ഒരു ഏകകക്ഷി ഭരണമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം ഒരു ഇലക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ അരുൺ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഈ ഗാസയിലെ ജനങ്ങൾക്ക് ഒരു ജനത്തിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സിൽ ഒന്നായി, ആധുനിക കാലഘട്ടത്തിൽ ബേസിക് നീഡ്സിൽ ഒന്നായി ഇലക്ട്രിസിറ്റി, വെള്ളം, ഇന്ധനം, ഇതൊന്നും ഇത്രയും കാലമായിട്ട് ഈ 2007 മുതൽ അവിടെ ഭരിക്കുന്ന ഗാസയുടെ ജനങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേന അവിടെ ഭരിക്കുന്ന ഹമാസിന് അവിടെ ലഭ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അത് അവരുടെ വലിയൊരു പിടിപ്പ്
തീർപ്പുകേടാണ് ഈ ജനങ്ങളെ മറയാക്കി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന ഹമാസ് തീവ്രവാദികളുടെ മറ്റൊരു പൊയ്മുഖം കൂടിയാണ് അവിടെ നമുക്ക് വെളിവാകുന്നത്. അതിനുശേഷം ഈ ഇസ്രായേൽ തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു, ഈ ഗാസ എക്കണോമി, ഈ ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ സാധാരണ ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലയിലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അവിടെ നിന്നുള്ള ജനങ്ങൾക്ക് ഈ ഇസ്രായേലിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. അവർ തിരികെ ഗാസയിലേക്ക് പോകുന്നു. അപ്പോൾ 10 ഇരട്ടി ശമ്പളമാണ് ഇസ്രായേൽ കൊടുക്കുന്നത്. അപ്പോൾ ഗാസയിലെ എന്തെങ്കിലും സാധാരണ ജനങ്ങൾക്ക്, തീവ്രവാദികൾക്കല്ല സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. ഇസ്രായേല് ഗാസയെ ഫെൻസ് കെട്ടി അടച്ചു പൂട്ടിയിരിക്കുകയാണെന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ പറയാത്ത കാര്യമാണ്. അതായത് ലക്ഷക്കണക്കിന്, അതായത് ദിവസവും 5 ലക്ഷത്തോളം ഗാസയിൽ നിന്നുള്ളവര് ഇസ്രായേലിൽ വന്ന് പണിയെടുത്ത് മടങ്ങി പോകുന്നുണ്ട്. അവർക്ക് കടന്നു വരാനും പോകാനുള്ള ബസ് സർവീസും എല്ലാം ഉണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഗാസയെ അടച്ചു പൂട്ടിയിട്ടിരിക്കാന്ന്. ഇപ്പോ ഇനി അവർക്ക് ഒരു പക്ഷെ അടച്ചു പൂട്ടേണ്ടി വരും. കാരണം ഈ വന്നു പോയ ജനം പോലും അവരെ ഒറ്റ കൊടുത്തു. ഓക്കെ, മറ്റൊരു കാര്യം കൂടി നാം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഗാസയിലെ, ഈ ഗാസ ഭൂമിക്ക് മുകളിലുള്ള ഒരു ലോകം മാത്രമാണ് മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗാസ ഭൂമിയുടെ അടിയിൽ വലിയൊരു ലോകമുണ്ട്. ഏകദേശം 500 കിലോമീറ്റർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാപിച്ചു കിടക്കുന്ന ഈ ഗാസയിലെ തന്നെ മെട്രോ ടണൽ, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. മെട്രോ ടണൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ തീവ്രവാദികൾ തീർത്ത വലിയൊരു സംവിധാനമുണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് സംവിധാനം മുകളിലായിരുന്നെങ്കിൽ ഗാസ എന്ന് പറഞ്ഞ സിറ്റി ഒരു വികസിത രാജ്യമായിട്ട് മേഖലയായിട്ട് മാറിയത് അത് വളരെ കറക്റ്റ് ആണ്. അതിൽ ഈ അണ്ടർഗ്രൗണ്ട് ടണലിന്റെ ഒക്കെ ചില വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവർക്ക് തീർക്കാൻ സാധിക്കുന്നത്? വലിയ രീതിയിലുള്ള ഫണ്ടിംഗ് ഒന്നും ഇല്ലാതെ ഒരിക്കലും ഇത് തീർക്കാൻ സാധിക്കില്ല. ഈ ടണലിന്റെ പല എൻഡുകളും പല സ്കൂളുകളിലേക്കും പല ആരാധനാലയങ്ങളിലേക്കും ഒക്കെയാണ്, ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് പല ടണലുകളും എത്തിയിരിക്കുന്നത്. പല തീവ്രവാദ ആക്രമണങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഈ ടണലാണ്. മാത്രമല്ല ഒക്ടോബർ 7-ാം തീയതി ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് പിടിച്ചുപോയ പല ബന്ദികളും ഈ ടണലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ ഭൂമിക്കടിയിലും വലിയൊരു ലോകമുണ്ട്. അതിന്റെ പിന്നിലുള്ള കഥകളും പല മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ ഹമാസിനെ അനുകൂലിക്കുന്നു, ഗാസയിലെ സാധാരണക്കാരെ അനുകൂലിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോ പലരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറച്ചു പിടിക്കുന്ന ഒരു അവസ്ഥ വിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹമാസിന് വേണ്ടി നിലവിളിക്കുന്നവർ അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവർ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഹമാസ് എത്ര ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. അവരുടെ സായുധ സംഘങ്ങൾക്കും അവരുടെ മിസൈലുകൾക്കും മറ്റു ആയുധങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരം ടണൽ സംവിധാനങ്ങൾക്കും വേണ്ടി എത്ര രൂപ അവർ നിക്ഷേപിച്ചു എന്നറിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും ഇവർ ആർക്കു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ ഞെരുക്കങ്ങളുടെ പ്രധാന കാരണം ഈ ഹമാസ് തന്നെയാണെന്ന് അറിയാം. നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അതായത് ഗാസയിൽ നിന്ന് ഹമാസിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലുള്ള ജനങ്ങൾക്ക് സ്വസ്ഥത വരും, ശാന്തി വരും, അവർക്ക് സമാധാനം ഉണ്ടാകും. ഈ ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടന ഗാസയെ ഭരിക്കുന്നിടത്തോളം കാലം ഗാസയിലുള്ള പാലസ്തീനികൾക്ക് ശാന്തി ലഭിക്കില്ല. അപ്പൊ ഇവിടെയുള്ളവർ എന്തിനു വേണ്ടിയാണ് കരയേണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവര് പ്രകടനങ്ങൾ നടത്തേണ്ടത്? അതായത് ഹമാസിനെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് പാലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ മേലും അധികാരം കൊടുക്കുക. ഹമാസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി പാലസ്തീൻ അതോറിറ്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു സമാധാനാന്തരീക്ഷം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇസ്രായേൽ റെക്കഗ്നൈസേഷൻ കൊടുക്കും. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് ഹമാസ് ഒരിക്കലും അനുവദിക്കില്ല. ഹമാസിനെ പിന്താങ്ങുന്നവരും അനുവദിക്കത്തില്ല. കാരണം ഹമാസിന് വെപ്പൺ സപ്പോർട്ട് കൊടുക്കുന്നത് ഇറാനാണ്, ഫണ്ടിങ് കൊടുക്കുന്നത് അവർക്ക് ഒരിക്കലും അവിടെ സമാധാനം ഉണ്ടാകരുത്. അതെ, മറ്റൊരു കാര്യമുണ്ട്. ഈ ഹമാസിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ ടോപ്പ് ലീഡേഴ്സ് ഒന്നും ഗാസയിലില്ല. അവരൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഖത്തറിലും ടർക്കിയിലും അല്ലെങ്കിൽ ഇറാനിലും ഒക്കെ അവരുടെ സേഫ് സോണിൽ നിന്നാണ്, അവരുടെ വലിയ അപ്പാർട്ട്മെന്റ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് പണി കഴിപ്പിച്ച അവരുടെ കൊട്ടാരത്തിൽ നിന്നാണ് അവർ ഈ സാധാരണക്കാരെ ഈ യുദ്ധമുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള ചെയ്തികൾ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ഈ ഗാസയിലെ മുസ്ലിം ജനതയെ സ്നേഹിക്കുന്ന മതേതര ചിന്താഗതിയുള്ള മുസ്ലിം നേതാക്കളായിക്കോട്ടെ, മുസ്ലിം ജനവിഭാഗമായിക്കോട്ടെ കൃത്യമായിട്ട് തന്നെ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. ഈ ഗാസയിൽ നിന്നും ഹമാസിനെ തുരുത്തണം, അല്ലെങ്കിൽ ഈ ഹമാസാണ് യഥാർത്ഥത്തിൽ ഗാസയിലെ പ്രതിസന്ധികൾക്ക് കാരണം, ജനങ്ങളുടെ നരകയാതനയ്ക്ക് കാരണം എന്നൊരു സത്യം യഥാർത്ഥത്തിൽ മതേതര മനസ്സുള്ള ആഗോളതലത്തിലുള്ള മുസ്ലിം സമൂഹവും ഒപ്പം തന്നെ മറ്റ് അവരെ പിന്താങ്ങുന്നവരും, പ്രത്യേകിച്ച് ഈ സാധാരണക്കാരെ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ പിന്താങ്ങുന്നവരും ആ സത്യം കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ആ മേഖല ശാന്തമാവുകയുള്ളൂ, സ്വസ്ഥമാവുകയുള്ളൂ, സംഘർഷരഹിതമാവുകയുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞു, നമ്മൾ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുദ്ധത്തിനിടയിൽ സമാധാനം വേണം എന്ന് പല ആഹ്വാനങ്ങളും ഒക്കെ
നാം കേട്ടു. അത് വളരെ നല്ലൊരു കാര്യം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അവിടെ യുദ്ധമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ തീവ്രവാദികൾക്കെതിരെയുള്ള ഒരു ഇസ്രായേലിന്റെ പോരാട്ടമാണോ നടക്കുന്നത്? ഈ യുദ്ധവും തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടവും അത് രണ്ടും രണ്ടായി കാണാൻ പലരും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയണം. ഇവിടെ പലരും സൂചിപ്പിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും ഹമാസ് ഭീകരവാദികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഹമാസിനെ ഗാസയിൽ നിന്ന് ഒഴിവാക്കുക. ഗാസയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അപ്പൊ നമുക്ക് സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ്. യെസ്, നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൃത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഗാസയിലെ ജനങ്ങളുടെ പ്രതിസന്ധിക്ക് പിന്നിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള കാരണക്കാർ, അത് ഹമാസ് തന്നെ എന്ന് കൃത്യമായിട്ട് തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ യഥാർത്ഥത്തിലുള്ളൊരു ചരിത്രം എങ്ങനെയാണ് ഇസ്രായേൽ ജനത, ആ ഒരു ജനതയ്ക്ക് ആ ഒരു ഭൂമി ലഭിച്ചത്, അല്ലെങ്കിൽ അവിടേക്ക് നടന്ന ജനങ്ങളുടെ ഒരു പലായനം, അല്ലെങ്കിൽ പാലസ്തീനുകൾ അവരുന്നയിക്കുന്ന അവകാശവാദത്തിന്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഉന്നയിക്കുന്ന അവകാശവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്, അതിൽ എന്തെങ്കിലും വസ്തുതയോ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ നാം ചർച്ച ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു തരത്തിലുള്ള യുദ്ധവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഘർഷവും ലോകത്തിന്റെ ഒരു ഭാഗത്തും ഉണ്ടാകും. ലോകം എപ്പോഴും സമാധാനത്തിൽ തന്നെ ആകണമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രാർത്ഥന, ഞങ്ങളുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ഈ തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തെ അത് ഒരു യുദ്ധമായിട്ടൊക്കെ ചിത്രീകരിച്ച് അതിനെ തീവ്രവാദികൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ഇസ്രായേൽ രാജ്യത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെതിരെയാണ് ഈ ഒരു പ്രോഗ്രാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് വാസ്തവം, ആ മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ്, അതിന്റെ എന്താണ് യഥാർത്ഥത്തിലുള്ള വാസ്തവം എന്നൊരു പോയിന്റ് ചർച്ച ചെയ്തത്. തീർച്ചയായും ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആ ഒരു പോരാട്ടം വിജയിക്കട്ടെ. ഒപ്പം തീവ്രവാദത്തെ എതിർക്കുന്ന, മതഭീകരതയെ എതിർക്കുന്ന മതേതര മനസ്സുള്ള എല്ലാ മതവിഭാഗങ്ങളും, അത് ഇസ്ലാം ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏവരും ഈ ഹമാസ് ഭീകരതയ്ക്കെതിരെ, അവിടുത്തെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്ന, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന ഹമാസ് ഭീകരതയ്ക്കെതിരെ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒപ്പം കേരളത്തിലെ ജനങ്ങളും, മതേതര മനസ്സുള്ള കേരളത്തിന്റെ മനസ്സും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും ഈ മതഭീകരതയ്ക്കെതിരെ, ഹമാസ് തീർക്കുന്ന മതഭീകരതയ്ക്കെതിരെ, അവിടെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന, ഇരകളാക്കുന്ന ഹമാസ് ഭീകരതയ്ക്കെതിരെ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. സത്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, വാസ്തവം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹമാസ് ഭീകരതയെ എതിർക്കുമ്പോൾ തന്നെ പാലസ്തീൻ ജനതയ്ക്കൊപ്പവും അവരുടെ സമാധാനത്തിനും അവിടെ ആ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വികസനത്തിനും വേണ്ടി ലോകരാജ്യങ്ങൾ അണിനിരക്കണം. ആ പാലസ്തീൻ ജനതയുടെ സമാധാനപൂർണമായ ജീവിതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരുടെ ജീവന് വേണ്ടിയും അവിടെയും സമാധാനം സ്ഥാപിതമാകാൻ വേണ്ടി, അവരും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, മറ്റ് ഭീകരാക്രമണങ്ങളിൽ നിന്നും അവരും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, ലോകം മുഴുവനും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ലോക രാഷ്ട്രങ്ങൾക്കുണ്ടാകട്ടെ. ഒപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട് പക്ഷപാതരഹിതമായിട്ടുള്ള വാർത്തകൾ നൽകുവാനുള്ള ആ ഒരു ഇച്ഛാശക്തി നമ്മുടെ മാധ്യമങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു സംഭവത്തിന്റെ വാസ്തവം അന്വേഷിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.